الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉംദത്തുൽ അഹ്കാമിലെ കിതാബുൽ ഹജ്ജാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തീർച്ചയായും ഹജ്ജുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ശരിയാം വിധം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ നമ്മൾ കേട്ടു. ഇഹ്റാമിൽ ഏതൊക്കെ വസ്ത്രമാണ് ധരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് അനുശാസിച്ചിട്ടുള്ളത്, അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടിട്ടുള്ളത്. അതുപോലെ ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളെക്കുറിച്ചും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നുള്ള കിതാബുൽ ഹജ്ജിലെ അധ്യായം ബാബുൽ ഫിദിയ എന്നതാണ്. ഫിദിയയുമായി ബന്ധപ്പെട്ട, പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. അഥവാ ഹജ്ജിൽ നിഷിദ്ധമായ മഹ്ലൂറാത്തുൽ ഇഹ്റാം എന്ന് പറയും. ഹജ്ജിൽ അല്ലെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തി ഉംറയിലാകട്ടെ ഹജ്ജിലാകട്ടെ അവന് നിഷിദ്ധമാകുന്ന കാര്യങ്ങളുണ്ട്. അതെങ്ങാനും അവൻ ചെയ്തു പോയാൽ അതിന്റെ പ്രായശ്ചിത്തം എന്താണ് എന്നറിയിക്കുന്ന അധ്യായം എന്നാണ് ബാബുൽ ഫിദിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ അദ്ദേഹം കൊണ്ടുവന്ന ഹദീസ് عن عبد الله بن معقل رضي الله عنه قال جلست إلى كعب بن أجرة فسألته عن الفدية فقال نزلت في خاصة وهي لكم عامة حملت إلى رسول الله صلى الله عليه وسلم والقمل يتناثر على وجهي فقال ما كنت أرى الوجع بلغ بك ما أرى أو ما كنت أرى الجهد بلغ بك ما أرى أتجد شاة فقلت لا فقال صم 3 أيام أو أطعم 6 مساكين لكل مسكين نصف ساعة وفي رواية فأمره رسول الله صلى الله عليه وسلم أن يطعم فرقا بين 6 أو يهدي شاة أو يصوم 3 أيام. ഈ ഹദീസിൽ അബ്ദുല്ലാഹ് ബിൻ മഅക്കൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ജലസ്തു ഇല കഅബ് ബിൻ ഉജ്റ, ഞാൻ ഒരിക്കൽ കഅബ് ബിൻ ഉജ്റ എന്ന് പറയുന്ന ഒരു സഹാബിയുടെ അടുക്കൽ ഇരുന്നു. ഫസഅൽതു അനിൽ ഫിദിയ, അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ ഫിദിയയുമായി ബന്ധപ്പെട്ട, പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിച്ചറിഞ്ഞു. ഫഖാൽ, അദ്ദേഹം അതിന്റെ വിധി പറയുന്നതിന് മുമ്പ് പറഞ്ഞു, നസലത് ഫിയ ഖാസ, ഇതുമായി ബന്ധപ്പെട്ട ഖുർആനിലെ ആയത്ത് അത് എനിക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്, അത് എന്റെ വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. എന്നാൽ വഹിയ ലക്കും ആമ്മ, അതിന്റെ നിയമം നിങ്ങൾക്ക് എല്ലാവർക്കുമാണ്. ഖുർആനിലെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അതിനൊരു സബബുൻ നുസുൽ ഉണ്ടാകും, ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലമുണ്ടാകും, അവതരണ പശ്ചാത്തലം എന്നറിയപ്പെടുന്ന കാര്യമുണ്ടാകും. അങ്ങനെ ഖുർആനിൽ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വ്യക്തിക്ക് മാത്രം ബാധകമാകുക എന്നുള്ളതല്ല, മറിച്ച് അതെല്ലാവർക്കും ബാധകമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലാണെങ്കിൽ പോലും പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് എന്ന് അറിയിക്കുന്ന സൂചനകൾ അതിലുണ്ടെങ്കിൽ മാത്രമേ അത് അങ്ങനെ ആവുന്നുള്ളൂ. അല്ലാത്തിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന നിയമങ്ങൾ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അത് ബാധകമായ കാര്യമാണ്. അപ്പൊ ആ ഒരു അടിസ്ഥാനം അദ്ദേഹം പറയാണ്, നസലത് ഫിയ ഖാസ വഹിയ ലക്കും ആമ്മ, ഈ ആയത്ത് എന്റെ വിഷയത്തിൽ ഇറങ്ങിയതാണ്, എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ബാധകമാണ്. ഏതാണ് അത് ആയത്ത്? സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞു, വലാ തഹ്ലിഖു റൂസകും ഹത്താ യബ്ലുഗൽ ഹദിയു മഹല്ല, ഹദി നമ്മൾ അറക്കാനുള്ള ആ അത് അതിന്റെ സ്ഥാനത്തെത്തുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ തലമുണ്ടനം ചെയ്യരുത് എന്ന് അല്ലാഹു തആല വിരോധിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫമൻ കാന മിൻകും മരീദൻ ഔ ബിഹി അദം മിർ റഅസി, നിങ്ങളിൽ ആർക്കെങ്കിലും രോഗം ബാധിക്കുകയോ അല്ലെങ്കിൽ തലയിൽ വല്ല ഉപദ്രവം ഉണ്ടാകുകയോ ചെയ്താൽ, ഇത് ഇദ്ദേഹത്തിന്റെ വിഷയമാണ്, ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. ഈ ഹദീസിൽ ഇനി പറയുന്ന നാം കേട്ടതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ തലയിൽ പേന് വർദ്ധിച്ചു, തലയിൽ ചില വ്രണങ്ങളും മറ്റുമൊക്കെ രൂപപ്പെട്ടു, പേനുകൾ ധാരാളമായി വർദ്ധിച്ചു, ആ പേനുകൾ മുഖത്തേക്ക് വരുന്ന രൂപത്തിലേക്ക് അത് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അദ്ദേഹം വന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത്, മാ കുന്തു ഉറൽ വജഅ ബലഗ ബിക
മഅറ, ഇതാ നിന്റെ വേദനയും പ്രയാസമൊക്കെ ഇത്രയൊക്കെ എത്തിയിട്ടുണ്ട്. അതജിദു ഷാത്തൻ, നിന്റെ അടുത്ത് ആടുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രായശ്ചിത്തമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ആയത്തിൽ വന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഔ ബിഹി അദം മിൻ റഅസിഹി ഫഫിദിയത്തുൻ മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്. മൂന്ന് കാര്യങ്ങളാണ് തലമുണ്ടനം ചെയ്യുന്ന ഒരാൾ അതിലേതെങ്കിലും ഒരു കാര്യമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നുകിൽ അയാൾ എന്ത് ചെയ്യണം, അയാൾ നുസുക്കിനെ ബലിയറുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ സാധുക്കൾക്ക് സദഖ കൊടുക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത് അതാണ്. തും സലാസത അയ്യാം, ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടില്ല, എത്ര ദിവസം നോമ്പെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഖുർആൻ കൊണ്ട് മാത്രം നമുക്കൊരു കാര്യം എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, പൂർണ്ണമായി അതിന്റെ വിധി കണ്ടെത്താൻ സാധിക്കുകയില്ല. മറിച്ച് അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഖുർആനിൽ അത് അതിന്റെ സൂചനകൾ നൽകുകയും പിന്നീട് അതിന്റെ വിശദമായ കർമ്മശാസ്ത്ര നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് വിശദീകരിച്ച് തരുന്ന രീതിയുമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് 3 ദിവസത്തെ നോമ്പാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. ഖുർആനിൽ ഫഫിദിയത്തുൻ മിൻ സിയാം എന്ന് മാത്രമേ ഉള്ളൂ, നോമ്പെടുക്കണം പ്രായശ്ചിത്തമായി കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സും സലാസത അയ്യാം, ആ നോമ്പ് 3 ദിവസമാണ്. ഔ അത്ഇം സിത്തത മസാകീൻ, ഖുർആനിൽ ഔ സദഖ, ദാനധർമ്മം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അത്ഇം സിത്തത മസാകീൻ, 6 സാധുക്കൾക്ക് നൽകാനാണ് പറയുന്നത്. എന്നിട്ട് ഓരോരുത്തർക്കും എത്രയാണ് നൽകേണ്ടത് എന്നതുകൂടി ഹദീസിൽ വന്നിട്ടുണ്ട്. ലികുല്ലി മിസ്കീനിൻ നിസ്ഫു സാ, ഓരോ മിസ്കീനിനും നിസ്ഫു സാ, അര സാ വെച്ച് കൊടുക്കണം. ഒരു സാ ഏകദേശ കണക്ക് പല അഭിപ്രായങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അന്ന് ഗോതമ്പും മറ്റുമൊക്കെ അളക്കാൻ ഉപയോഗിച്ച സാഇന്റെ വലിപ്പം വെച്ച് അതിന്റെ സനദോടുകൂടി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർക്ക് കിട്ടിയ ഒരു സാ ഏകദേശം 2 കിലോ 800 ഗ്രാമിന് മുകളിലൊക്കെ ഭാരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മതക്ക് 3 കിലോഗ്രാം ഒരു സാ ആക്കി കണക്കാക്കുന്നത് നല്ലതാണ്. നമ്മൾ പെരുന്നാളിനൊക്കെ ഈദുൽ ഫിത്തറിനൊക്കെ ഫിത്തർ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു സാ ഏകദേശം 3 കിലോ കൊടുത്താൽ അത് സൂക്ഷ്മതയാണ്. എന്നാൽ അതിൽ കുറഞ്ഞ അളവ് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അപ്പോൾ ഇവിടെ അര സാ എന്ന് പറയുമ്പോൾ, നിസ്ഫു സാ എന്ന് പറയുമ്പോൾ 1.5 കിലോ കൊടുക്കുക. അത് 6 വ്യക്തിക്ക് 1.5 കിലോ വെച്ച് കൊടുക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അഥവാ 3 സാ മൊത്തത്തിൽ ഉണ്ടാകും. 6 പേർക്ക് 3 സാ ഭാഗിച്ചു കൊടുക്കണം. അതാണ് അതിന്റെ നിയമമായിക്കൊണ്ട് പറയുന്നത്. സഹോദരങ്ങളെ, ഇത് തലമുണ്ടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മഹ്ദൂറാത്തുൽ ഇഹ്റാമിൽ അതിന്റെ നിയമമാണ്. എന്നാൽ ആകെ തലമുണ്ടനം ചെയ്യുക എന്ന് പറയുന്ന ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യം അത് മാത്രമല്ല, മുടിയെടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, മറിച്ച് പല രൂപത്തിലുള്ള മഹ്ദൂറാത്തുകളുണ്ട്, നിഷിദ്ധമായ കാര്യങ്ങളുണ്ട് ഇഹ്റാമിൽ. അതിൽപ്പെട്ടതാണ് അൽ ജിമാ, ഭാര്യ ഭർത്ത് ബന്ധം. ഇതാണ് ഏറ്റവും കടുത്ത കാര്യം. ഒരാള് ഒന്നാമത്തെ തഹല്ലുലാകുന്നതിന് മുമ്പ്, അഥവാ ഹജ്ജില് ദുൽഹിജ്ജ 10 മിനയിൽ കല്ലെറിയുന്നതിന് മുമ്പ്, ജംറത്തുൽ അഖബയിൽ ആദ്യത്തെ ഒരു കല്ലേറുണ്ട്. അപ്പൊ ആ കല്ലെറിയുന്നതിന് മുമ്പേ തന്നെ, അഥവാ ആ പെരുന്നാൾ ദിവസത്തെ രാത്രിയിലോ മറ്റോ ആ ഒരു സമയത്ത് തന്നെ ഭാര്യയുമായി അയാൾ ബന്ധപ്പെടുകയാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹജ്ജ് ഫസാദായിരിക്കും. ഒന്നാമത്തെ കാര്യം അതാണ്, ഹജ്ജ് ഫസാദായിരിക്കുന്നതാണ്. രണ്ടാമത്തേത്, തൊട്ടടുത്ത വർഷം അയാൾക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധവുമാകും. നിർബന്ധമായും തൊട്ടടുത്ത ഹജ്ജ് ചെയ്യണം, അതിന്റെ കഫാറത്തിന്റെ ഭാഗമാണ്. മൂന്നാമത്തേത്, അയാൾ അവിടെ വെച്ച് ഒരൊട്ടകത്തെ അറുത്ത് മക്കയിലുള്ള സാധുക്കൾക്ക് വിതരണം ചെയ്യണം. അഥവാ എല്ലാ മഹ്ദൂറാത്ത് അൽ ഇഹ്റാമിനും ഒരേ നിയമമല്ല, മറിച്ച് ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന നിയമം ഈ 3 കാര്യങ്ങളും ചെയ്യലാണ്. ഒരു ഓപ്ഷൻ ഇല്ല. ഈ 3 കാര്യങ്ങളും ഒരാൾ അവിടെ വെച്ച് ചെയ്യുക, ആ പാവപ്പെട്ട മക്കയിലുള്ള സാധുക്കൾക്ക് അത് വിതരണം ചെയ്യുക എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മഹ്ദൂറാത്തുൽ ഇഹ്റാമിൽപ്പെട്ട മറ്റൊരു കാര്യമാണ്, അതിന്റെ ഹദീസ് ഇവിടെ പരാമർശിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എന്നാൽ അത് വളരെ കൃത്യമായി സൂറത്തു അൽ മാഇദയിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഹറമിന്റെ പ്രദേശത്തുള്ള ഏതെങ്കിലുമൊക്കെ ഒരു മൃഗത്തെ ഒരാൾ വേട്ടയാടി കഴിഞ്ഞാൽ അത് മഹ്ദൂറാത്തുൽ ഇഹ്റാമിൽ പെടുന്ന കാര്യമാണ്, നിഷിദ്ധമായ കാര്യങ്ങളിൽ പെടുന്ന കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കതിന് സാധിക്കുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അത് സാധിക്കുകയില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അങ്ങനെ വേട്ട മൃഗങ്ങൾ നമ്മുടെ ഹറം പ്രദേശത്ത് നമുക്കങ്ങനെ യഥേഷ്ടം സഞ്ചരിച്ച് അങ്ങനെ വേട്ടമൃഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളത് അത് ഒരുപക്ഷെ സംശയമാണ്. എന്നാൽ കഴിഞ്ഞ കാലത്ത് അങ്ങനെയല്ല, നമുക്കങ്ങനെ ആളുകൾ വരികയും അവർക്ക് വേട്ടമൃഗങ്ങളെ കാണുകയൊക്കെ ചെയ്യും. അപ്പൊ പൊതുവെ അറബികളുടെ ശീലത്തിൽപ്പെട്ടതാണ് വേട്ടയാടി ഭക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അത് ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തിക്ക്, അതല്ല മക്കയിലുള്ള മൃഗങ്ങൾക്ക് തന്നെ അള്ളാഹു താല അങ്ങനെ ഒരു നിർഭയത്വം നൽകി. മക്കയിലുള്ള അത്തരത്തിലുള്ള മൃഗങ്ങളെ ഒരാൾക്ക് കൊല്ലൽ അനുവദനീയമല്ല. അത് ഹലാലായ അത്തരം മൃഗങ്ങൾ അത് അനുവദനീയമല്ല. അള്ളാഹു താല പറഞ്ഞു, വമൻ ഖതലഹു മിൻകും മുതഅമ്മിദൻ, ആരെങ്കിലും നിങ്ങളിൽ ഒരാൾ മനഃപൂർവ്വം അങ്ങനെ അത്തരം മൃഗങ്ങളെ കൊന്നുകഴിഞ്ഞാൽ ഫജസാഉ മിസ്ലു മാ ഖതല മിനൻ നഅം യഹ്കുമു ബിഹി ദവാ അദ്ലിൻ മിൻകും ഹദിയൻ ബാലിഗൽ കഅബ ഔ കഫാറത്തുൻ തുആമു മസാകിന ഔ അദ്ലു ദാലിക സിയാമ. അയാൾക്ക് അതിന് ചെയ്യേണ്ട നിയമം അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. അയാൾ ഏതൊരു മൃഗത്തെയാണോ കൊന്നിട്ടുള്ളത് അതൊരു തീർച്ചയായും വേട്ടയാടി പിടിക്കുന്ന ഒരു മൃഗമായിരിക്കും. അപ്പൊ അത് ഒരാളിപ്പോ ഒരു മാനിനെ കൊന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ പിന്നെ മാനിനെ അറുത്ത് കൊടുക്കുക എന്നുള്ളത് അല്ല, മറിച്ച് മാനിനോട് യോജിക്കുന്ന മൃഗം ഏതാണ് അത് ആടായിരിക്കും. അപ്പൊ ഓരോ മൃഗത്തിന്റെ, ഒട്ടകത്തിന്റെ പോലെയുള്ള വലിയ മൃഗമാണെങ്കിൽ ഒട്ടകത്തിന് അറക്കേണ്ടി വരും. അപ്പൊ ആ മൃഗത്തോട് ഏതാണെന്ന് ദവ അദ്ലിൻ മിൻകും, നിങ്ങളിലുള്ള നീതിമാന്മാരായ അറിവുള്ള ആളുകൾ, അത് ഖാദിമാർ അത് പറഞ്ഞു തരും, നീ ഇന്നതിനാണ് കൊന്നത്, അങ്ങനെങ്കിൽ ഈ മാനിനെ കൊന്നാൽ നീ ആടിനെ ഇവിടെ അറുത്ത് കൊടുക്കണം. അപ്പൊ അതിനേക്കാളും വില കൂടിയ ഏതെങ്കിലും മൃഗമാണെങ്കിൽ നീ ഒട്ടകം അറുത്ത് കൊടുക്കണം. അങ്ങനെ അറുത്ത് മക്കയിലേക്ക് അത് വിതരണം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് വിതരണം ചെയ്യേണ്ടതുണ്ട്. ഇനി ഒരാൾ അങ്ങനെ വിതരണം ചെയ്യുന്നില്ലെങ്കിൽ എത്ര മിസ്കീന്മാർക്ക് അത് വീതിക്കാൻ സാധിക്കുമോ അത്രയും നോമ്പ് അയാൾ അത് എന്ത് ചെയ്യേണ്ടി വരും, അത്രയും നോമ്പ് അയാൾ പിടിക്കേണ്ടി വരും. ഇത് ഒക്കെ വളരെ കടുത്ത ഒരു നിയമമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വേട്ടയാടുന്ന ആളുകൾക്ക് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹറമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇഹ്റാമിലാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ വേട്ടയാടുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള മഹ്ദൂറാത്തുൽ ഇഹ്റാം പറഞ്ഞു. ഒന്ന് ഭാര്യ ഭർത്തൃ ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ കടുത്ത കഫാറത്ത്, വളരെ ശക്തമായ പ്രായശ്ചിത്തം നമ്മൾ പറഞ്ഞു, അത് അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തേത് വേട്ടയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതിന്റെ നിയമം ജസാ ഉൽ മിസ്ലാണ്, അതേപോലത്തത് നമ്മൾ എന്ത് ചെയ്യുക, അറവ് നടത്തി അവിടെ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാത്ത ബാക്കി കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തലവടിക്കുക പോലെയുള്ള കാര്യങ്ങൾ. തലവടിക്കുക പോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു. നമ്മൾ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുഗന്ധം പൂശാൻ പാടില്ല പുരുഷന്മാർക്ക്. അതുപോലെ വസ്ത്രം, അല്ലെ, ആകൃതിയിൽ ഉള്ള പാന്റും ഷർട്ടും ഒക്കെ പോലെയുള്ള വസ്ത്രങ്ങൾ, ആകൃതി അറിയിക്കുന്ന വസ്ത്രങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മനഃപൂർവ്വം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, അഥവാ ജിമാഓ അതല്ലെങ്കിൽ ഖത്ലു സെയ്ദോ അല്ലെങ്കിൽ വേട്ടയാടലോ ഭാര്യ ഭർത്തൃ ബന്ധമോ അല്ലാത്ത മറ്റ് ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ഒരാൾക്ക് സംഭവിച്ചാൽ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ 3 കാര്യം അയാൾ ചെയ്താൽ മതി. ഒന്നുകിൽ ഒരു ആടിനെ അറുത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ 3 ദിവസത്തെ നോമ്പനുഷ്ഠിക്കുക, അതല്ലെങ്കിൽ 6 സാധുക്കൾക്ക് ഭക്ഷണം എന്ത് ചെയ്യുക, ഒരു നേരത്തെ ഭക്ഷണം അത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട നിയമം. അത് ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതിനിങ്ങനെ കഫാറത്തുണ്ട്, പ്രായശ്ചിത്തമുണ്ട്. അല്ലാതെ അബദ്ധം സംഭവിച്ച അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ തീരുന്നതല്ല. പ്രായശ്ചിത്തം നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇസ്തിഗ്ഫാറിനോടൊപ്പം ആ പ്രായശ്ചിത്തം കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, അത് നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ അധ്യായത്തിൽ ഒരൊറ്റ ഹദീസ് മാത്രമേ അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹം കൊടുത്ത അധ്യായം ബാബു ഹുർമതി മക്ക, മക്കയുടെ പവിത്രത അറിയിക്കുന്ന അധ്യായം എന്നാണ് അതിന്റെ തലക്കെട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങൾക്കും ഒരേ ഹുർമത്തല്ല, ഒരേ പവിത്രതയല്ല നൽകിയിട്ടുള്ളത്. മറിച്ച് ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 സ്ഥലങ്ങൾക്ക് പ്രത്യേകമായ പവിത്രത അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്ന് മക്കയിലുള്ള ഹറം പ്രദേശത്തിനാണ്, 2 മദീനയിലുള്ള ഹറം പ്രദേശത്തിനാണ്. ഹറം പ്രദേശങ്ങൾ 2 മാത്രമേ ഉള്ളൂ. ഹറം പ്രദേശങ്ങൾ 2 മാത്രമേ ഉള്ളൂ. പവിത്രമാക്കപ്പെട്ട 3 മസ്ജിദുകളുണ്ട്. പ്രത്യേകം പുണ്യം ഉദ്ദേശിച്ച് യാത്ര ചെയ്യാൻ അനുവാദമുള്ള 3 മസ്ജിദുകളുണ്ട്. പക്ഷേ അല്ലാഹു തആല പവിത്രത നൽകിയ പ്രദേശങ്ങൾ 2 ഉള്ളൂ. ഒന്ന് മക്കയാണ്, 2 മദീനയാണ്. അതല്ലാതെ ബൈത്തുൽ മഖ്ദിസിന്റെ ചുറ്റുമുള്ള ഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഹറം പ്രദേശമായി നിശ്ചയിച്ചിട്ടില്ല. അഥവാ ഈ പറയുന്ന ഹറമിൽ പാലിക്കേണ്ടതായ നിയമങ്ങൾ, ഹറമിൽ വിലക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇല്ല എന്ന് അർത്ഥം. ഇതിൽ ഹദീസ് കാണാൻ സാധിക്കും. عن أبي شريح خويلد بن عمرو الخزاعي العدوي رضي الله عنه. ഈ അദ്ദേഹം മഹാനായ ഒരു സ്വഹാബിയാണ്. അബൂ ഷുറൈഹ് ഖുവൈലിദ് ബിൻ അംർ എന്ന് പറയുന്ന ഖുസായി ഗോത്രക്കാരനായ സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നു, അന്നഹു ഖാല ലി അംർ ബിൻ സഈദ് ബിൻ അൽ ആസ്. അംർ ബിൻ സഈദ് ബിൻ അൽ ആസ് എന്ന് പറയുന്നത് ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു.
ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത്. ബനു ഉമയ്യ ഭരണാധികാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. അപ്പൊ അദ്ദേഹം പുറപ്പെടുന്നത് വഹുവ യബ്അസുൽ ബുഊസ ഇലാ മക്ക, അദ്ദേഹം മക്കയിലേക്ക് യുദ്ധത്തിന് വേണ്ടി ഒരു സംഘത്തെ പറഞ്ഞയക്കുകയാണ്. ആ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നത് മക്കയിലുള്ള അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനോടുള്ള വെറുപ്പ് കാരണത്താൽ അദ്ദേഹത്തെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രൂരനായ ഭരണാധികാരി ഒരു യുദ്ധസംഘത്തെ മക്കയിലേക്ക് പറഞ്ഞയക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ഹദീസിന്റെ പശ്ചാത്തലം. അപ്പോൾ ഈ സഹാബി അബൂ ശുറൈഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അമീറിനോട് ചോദിക്കുകയാണ്, ഇദൻ ലി അയ്യുഹൽ അമീർ അൻ ഉഹദ്ദിസക ഖൗലൻ ഖാമ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഗദ് മിൻ യൗമിൽ ഫത്ഹ്. അല്ലയോ അമീർ, താങ്കൾ എനിക്ക് അനുവാദം നൽകണം. അപ്പൊ അമീറിനോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള മര്യാദ ഇതുണ്ട്. സഹാബി ഒരു ക്രൂരനായ, അതായത് മറ്റൊരു സഹാബിയെ കൊല്ലാൻ വേണ്ടി പുറപ്പെടുന്ന, ഹറമിലെ പവിത്രത കളങ്കപ്പെടുത്താൻ വേണ്ടി പുറപ്പെടുന്ന ഒരു ഭരണാധികാരി, ക്രൂരനായ ഭരണാധികാരി, ആ ഭരണാധികാരിയോട് സഹാബി നേർക്ക് നേരെ പോയി സംസാരിക്കുകയാണ്. അത് അനുവദനീയമാണ്. ഭരണാധികാരിയുടെ മുന്നിൽ പോയി സംസാരിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ചില ആളുകൾ ഇത്തരത്തിലുള്ള ചില സന്ദർഭങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ഭരണാധികാരിയെ സ്വഹാബി വിമർശിച്ചിട്ടുണ്ട്. ഒരിക്കലും കിട്ടുകയില്ല. ഭരണാധികാരിയെ സ്വഹാബികൾ അവരുടെ അസാന്നിധ്യത്തിൽ മെമ്പറുകളിൽ വെച്ചോ അല്ലെങ്കിൽ അവർ എഴുത്തുകളിലായോ വിമർശിച്ചത് എവിടെയും കാണാൻ സാധിക്കുകയില്ല. എന്നാൽ കാണാൻ സാധിക്കുന്നത് സ്വഹാബിമാർ ചില സമയത്ത് ഭരണാധികാരിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് അവരോട് നേർക്ക് നേരെ ചില വിമർശനങ്ങൾ നടത്തിയത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. നേർക്ക് നേരെ നൽകുന്ന നസീഹത്താണ്. ഇവിടെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ നമുക്ക് കാണാം. ഇദൻ ലി അയ്യുഹൽ അമീർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടല്ല ഈ പറയുന്നത്, മറിച്ച് ക്രൂരനായ ഒരു ഭരണാധികാരിയോട് എനിക്ക് അനുവാദം നൽകണം അമീറെ. അൻ ഉഹദ്ദിസക ഖൗലൻ ഖാമ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഗദ മിൻ യൗമിൽ ഫത്ഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന്റെ പിറ്റേ ദിവസം എഴുന്നേറ്റ് സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. അത് താങ്കളെ അറിയിക്കുന്നതിന് വേണ്ടി താങ്കൾ എനിക്ക് ഇതിന് നൽകണം, പെർമിഷൻ നൽകണം എന്നാണ് ഈ സ്വഹാബി ചോദിക്കുന്നത്. എന്നിട്ട് ആ സ്വഹാബി ആ കേട്ട കാര്യത്തെ കുറിച്ച് പറയുകയാണ്, ഫസമിഅ്തുഹു ഉദ്നാഹി, എന്റെ രണ്ട് ചെവികളും അത് കേട്ടിട്ടുണ്ട്. വഅഅഹു ഖൽബി, എന്റെ ഹൃദയം അത് മനഃപ്പാടമാക്കിയിട്ടുണ്ട്. വഅബ്സർതുഹു ഐനാ ഹീന തകല്ലമ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സമയത്ത് എന്റെ രണ്ട് കണ്ണുകളും അത് കണ്ടിട്ടുണ്ട്. സഹാബികൾ ചില റിവായത്തുകൾ, ചില ഹദീസുകളൊക്കെ വളരെ ഗൗരവപൂർവ്വം പറയുന്ന സമയത്ത് ആ ഹദീസിന്റെ സിഖത്ത്, അതിന്റെ സ്വീകാര്യത ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇത്തരം ചില പരാമർശങ്ങൾ പറയാറുണ്ട്. അഥവാ ഞാൻ എന്റെ കൽബിൽ മനഃപ്പാടമാക്കിയ വാക്കുകളാണത്, എന്റെ ഇരു കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ചയാണത്, എന്റെ ഇരു ചെവികൾ കേട്ട കാര്യമാണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയാൻ പോകുന്ന കാര്യം. കാരണം ഇദ്ദേഹം അമീർ ഒരു വലിയൊരു ക്രൂരകൃത്യം ചെയ്യാൻ പോവുകയാണ്. മക്കയിലുള്ള അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമയെ കൊല്ലുന്നതിന് വേണ്ടി പുറപ്പെടുകയാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തെ തടയുന്നതിന് വേണ്ടി നൽകുന്ന ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്, നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്നഹു ഹമിദല്ലാഹു വ അസ്ന അലൈഹി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന്റെ പിറ്റേ ദിവസം അൽഹംദുലില്ലാ, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തുന്ന വാക്കുകളൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴുള്ള ഖുത്ബ പോലെ അൽഹംദുലില്ലാ നഹ്മദുഹു വ നസ്തഈനുഹു എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബത്തുൽ ഹാജ നടത്തിയിട്ടായിരുന്നു പ്രസംഗങ്ങൾ ആരംഭിച്ചത് എന്ന് കാണാം. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചു. ശേഷം ഈ ബാബുമായി ബന്ധപ്പെട്ട മക്കയുടെ പവിത്രത അറിയിക്കുന്ന ആ ഹദീസ് ഈ ഭരണാധികാരിക്ക് മഹാനായ സഹാബി അബൂ ശുറൈഹ് ഖുവൈലിദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, സുമ്മ ഖാല, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദും സലാത്തിനു ശേഷം പറഞ്ഞു, ഇന്ന മക്കത ഹറമഹ അല്ലാഹു തആല വലം യുഹർരിംഹ അന്നാസ്, തീർച്ചയായും മക്കയെ അത് പവിത്രമാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, ജനങ്ങളല്ല, ജനങ്ങൾ നിശ്ചയിച്ചതല്ല. 7 ആകാശത്തിന് മുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയെ പവിത്രമാക്കിയിട്ടുണ്ട്. വലാ യഹില്ലു ലിംറിഇൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അതുകൊണ്ട് തന്നെ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമിന് അനുവദനീയമാവുകയില്ല, ഹലാലാവുകയില്ല എന്ത്, അൻ യസ്ഫിക ബിഹാ ദമൻ, അവിടെ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുക എന്നുള്ളത്, അവിടെ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. വലാ യഅ്ദിദ ബിഹാ ഷജറ, അവിടെയുള്ള ഒരു വൃക്ഷം അത് വെട്ടിമുറിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഫഇൻ അഹദുൻ തറഖസ ബിഖിതാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ അവിടെ യുദ്ധം നടത്തിയിട്ടുണ്ടല്ലോ, ചിലർ റസൂലുള്ളാഹി വധിച്ചിട്ടുണ്ട് മക്കം ഫത്ഹിൽ,
അത് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അതിന്റെ ഒരു ഇളവ് തേടുന്നുണ്ടെങ്കിൽ ഫഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ഖദ് അദിന ലി റസൂലിഹി വലം യഅ്ദൻ ലക്കും, തീർച്ചയായും ഈ ഒരു അനുവാദം അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹ് നൽകിയതാണ്, നിങ്ങൾക്കത് നൽകിയിട്ടില്ല. അത് തന്നെയും വ ഇന്നമാ ഉദിന ലി സാഅതൻ മിൻ നഹാർ, പകലിൽ ഒരു സമയം മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കം ഫത്ഹിന്റെ അന്ന് ഒരു പ്രത്യേക പെർമിഷൻ റസൂലുള്ളാഹിക്ക് നൽകി. ഇന്ന് ചില ആളുകളെ, ചില മുനാഫിക്കുകളെ, ഇസ്ലാമിന്റെ കടുത്ത ശത്രുക്കളെ ഇന്ന് നിങ്ങൾക്ക് തീർക്കാം, അങ്ങനെ മക്കയെ ഫത്ഹാക്കാം. ആ ആളുകൾ കൂടി അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ മക്ക തൗഹീദിന്റെ രാജ്യമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകലിൽ ഒരു സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതാണ്. അതുകൊണ്ട് പിൽക്കാലത്ത് ആരും വന്നിട്ട് അള്ളാഹിന്റെ റസൂൽ ഇത് ചെയ്തിട്ടുണ്ട്, അതിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി ഒരാളെയും ഇവിടെ കൊല്ലാൻ വരേണ്ടതില്ല, ഉപദ്രവിക്കാൻ വരേണ്ടതില്ല. അത് അള്ളാഹു എനിക്ക് മാത്രം നൽകിയതാണ്, നിങ്ങൾക്ക് നൽകിയിട്ടില്ല. അത് തന്നെ പകലിൽ ഒരു സമയം മാത്രമായി അള്ളാഹു തആല വളരെ കുറഞ്ഞ നേരം എനിക്ക് നൽകിയിട്ടുള്ളതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഖദ് ആദത് ഹുർമതുഹൽ യൗമ കഹുർമതിഹാ ബിലംസ്, ഇന്നിതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് അതിന്റെ ഹുർമത്ത്, പവിത്രത തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഉണ്ടായതുപോലെ തന്നെ അതിന്റെ പവിത്രത തിരിച്ചു വന്നു. ഇനി അതിന്റെ നിയമം പഴയതുപോലെ തന്നെ, ഇനി ആരെയും കൊല്ലാനൊന്നും പാടില്ല. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഫയുബല്ലിഗി ഷാഹിദു അൽ ഗായിബ്, ഇവിടെ ഇപ്പോൾ ഹാജരായിട്ടുള്ള ആളുകൾ ഹാജരില്ലാത്ത ആളുകൾക്ക് എത്തിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ അദ്ദേഹം അതാണ് ചെയ്തത്. സഹാബിയായ അബൂ ശുറൈഹ്, അദ്ദേഹം അവിടെ ഹാജരുണ്ടായ വ്യക്തിയാണ്, അദ്ദേഹം അത് കണ്ണുകൊണ്ട് കണ്ടയാളാണ്. അത് അദ്ദേഹം ഭരണാധികാരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഫഖീല ലി അബി ശുറൈഹ് മാ ഖാല ലക്, അപ്പൊ അബൂ ശുറൈഹിനോട് ഈ ഹദീസ് അബൂ ശുറൈഹ് മറ്റൊരു ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല, റാവി ഉണ്ടാവും. അപ്പൊ അദ്ദേഹം ചോദിച്ചു അബൂ ശുറൈഹിനോട്, അപ്പൊ ഭരണാധികാരി താങ്കളോട് എന്താണ് പറഞ്ഞത്? അപ്പൊ ഭരണാധികാരി ധിക്കാരിയായ വ്യക്തിയാണ്, ഇതനുസരിച്ചിട്ടില്ല. അയാൾ പറഞ്ഞു, അന അഅലമു ബിദാലിക മിൻക യാ അബാ ശുറൈഹ്, എനിക്ക് ഈ വിഷയം നിന്നേക്കാളൊക്കെ അറിയാം, നീ ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നർത്ഥം. എനിക്ക് ഈ വിഷയത്തിലുള്ള നിലപാടൊക്കെ എനിക്ക് താങ്കളെക്കാൾ അറിയാം. എന്നിട്ട് അയാൾ പറയാണ്, ഇന്നൽ ഹറം ലാ യുഈദു ആസിയൻ വലാ ഫാറൻ ബിദം വലാ ഫാറൻ ബിഖർബ, തീർച്ചയായും ഹറം ഒരു ധിക്കാരിക്ക് ഹറം രക്ഷയൊന്നും കൊടുക്കൂല. അതായത് അബ്ദുല്ലാഹിബ്നു സുബൈറിനെ ഉദ്ദേശിച്ച് പറയാണ്, അബ്ദുല്ലാഹിബ്നു സുബൈർ ഒരു ധിക്കാരിയാണ്, ഒരു പാപിയാണ്. ഹറം അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും ഹറം എന്ത് ചെയ്യില്ല, ഹറം അയാൾക്ക് രക്ഷയൊന്നും കൊടുക്കൂല. അതുപോലെ അവിടെ രക്തചൊരിച്ചിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അബ്ദുല്ലാഹിബ്നു സുബൈർ. അതുപോലെ തന്നെ ഹർബത്ത്, അഥവാ അവിടെ ഒരുപാട് മോഷണങ്ങളും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അബ്ദുല്ലാഹിബ്നു സുബൈർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ വിടാൻ പാടില്ല. സഹാബിയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഹദീസൊന്നും അവിടെ സൂട്ടാവുകയില്ല എന്നാണ്. ഇത് ഏത് കാലത്തും ഖവാരിജുകളായ ആളുകളൊക്കെ ഉന്നയിക്കാറുള്ള ന്യായങ്ങൾ, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് ന്യായം പറയുന്ന ആളുകളൊക്കെ അങ്ങനെയാണ്. അതിന് പ്രത്യേകിച്ച് വേറൊരു ഹദീസ് കൊണ്ടോ വേറൊരു ആയത്ത് കൊണ്ടോ ഒന്നും അല്ല മറുപടി. എന്നാൽ ഈ ആയത്തിൽ ഇങ്ങനെ ഉണ്ട്, ഇതാണ് ശരിക്ക് അല്ല, അവർ അതങ്ങനെയല്ല, അതിങ്ങനെയല്ല, അവരുടെ യുക്തി പറയുകയാണ്. ഹറം അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുപാധികമായിട്ടാണ് പറഞ്ഞത് അവിടെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. സഹോദരങ്ങളെ, ആ മക്കയുടെ ഹുർമത്തുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിൽ പറഞ്ഞ കാര്യം എന്താണ്? അല്ലാഹു തആല ആ ഹറമിനെ 7 ആകാശത്തിന് മുകളിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? അത് പവിത്രമാക്കി. ഇന്ന മക്കത ഹറമഹ അല്ലാഹു തആല വലം യുഹരിംഹ അന്നാസ്, തീർച്ചയായും അല്ലാഹു ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ മക്കയെ പവിത്രമാക്കിയിട്ടുള്ളത്, ജനങ്ങളല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത് വലാ യുസ്ഫഖ് ബിഹാ ദമുൻ, അവിടെ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ പാടില്ല. ഐ അന്യസ്ഫഖ് ബിഹാ ദമൻ, അവിടെ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അറിയിച്ചു. ഒന്നിനും കൊല്ലാൻ പാടില്ല. അത് രക്തച്ചൊരിച്ചിൽ അല്ലെങ്കിൽ രക്തമൊഴുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്യായമായ രക്തമൊഴുക്കൽ മാത്രമാണ്. അതല്ലാതെ അവിടെ വെച്ച് അറവ് നടത്തപ്പെടാറുണ്ട്. അറവ് അനുവദനീയമാണ്, മക്കക്കാർക്ക് അറക്കാം, കോഴി അറക്കാം, ആടിനെ അറക്കാം, ഒട്ടകത്തെ അറക്കാം, ഇതൊക്കെ അനുവദനീയമാണ്. അതല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അത് പ്രത്യേകം മനസ്സിലാക്കുക. അതല്ലാതെ ഒരു മനുഷ്യനെ കൊല്ലുക അല്ലെങ്കിൽ ഒരു മൃഗത്തെ ആണെങ്കിലും ശരി, അത് അന്യായമായ ഒരു രക്തം ചൊരിച്ചിൽ ഉണ്ടാക്കുക, രക്തം അവിടെ ചീന്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. വലാ യുഅ്ളദു ബിഹാ ഷജറ, രണ്ടാമതായി പറഞ്ഞത് മരം മുറിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യൻ നട്ടമരായക്ക് മുറിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? മരങ്ങളെ അവൻ തന്നെ നേർക്ക് നേരെ മുളപ്പിക്കുന്ന മരങ്ങളുണ്ട്, മനുഷ്യന്മാരാരും നടാറില്ല. കാടുകളിൽ മറ്റുമൊക്കെ അത് തന്നെ അങ്ങനെ മുളച്ചു വരും. അങ്ങനെ ഹറമിൽ എന്തെങ്കിലുമൊക്കെ മരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആർക്കും മുറിക്കാൻ പാടില്ല. എന്നാൽ ഒരു മനുഷ്യൻ മക്കയിലുള്ള ഹറം പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തി അയാൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു മരം നട്ടു, ഒരു പച്ചക്കറി നട്ടു, അയാൾക്ക് അത് മുറിക്കാവുന്നതാണ്, കുഴപ്പമില്ല. അതുപോലെ അയാൾ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു മരം നട്ടു, അത് വലുതായി, അയാൾക്കത് മുറിക്കാവുന്നതാണ്. ഒരു വ്യക്തി നട്ട കാര്യം അയാൾക്ക് മുറിക്കാം, അതാണ് അതിന്റെ നിയമം. എന്നാൽ അതല്ലാത്ത പ്രദേശങ്ങളിൽ കിടക്കുന്ന മറ്റു മരങ്ങൾ അത്
പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനും മക്കയിൽ പ്രവേശിക്കുന്ന ആ മരങ്ങൾക്ക് പോലും നിർഭയത്വം നൽകിയിരിക്കുന്നു. അവിടെയുള്ള വേട്ടമൃഗങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകിയിരിക്കുന്നു എന്നാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാണ്, ഫഇൻ അഹദുൻ തറഖസ ബിഖിതാലി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ യുദ്ധം അതിനെ തെളിവാക്കിക്കൊണ്ട് അതിനെ റുഖ്സയായി കണ്ടുകൊണ്ട് ആരെങ്കിലും യുദ്ധം അനുവദനീയമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫഖൂലു, അവരോട് നിങ്ങൾ പറയണം, ഇന്നല്ലാഹ ഖദ് അദിന ലി റസൂലി വലം യഅ്ദൻ ലക്കും, അത് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു അനുവദിച്ചതാണ്, നിങ്ങൾക്കാർക്കും അനുവദിച്ചിട്ടില്ല എന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അവിടെ എടുത്തു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വഖദ് ആദത് ഹുർമതുഹ അൽയൗമ കഹുർമതിഹാ ബിൽ അംസ്, കഴിഞ്ഞ ദിവസത്തെ അതേ പവിത്രത തന്നെ ഇപ്പോൾ അത് തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പകലിൽ ഒരു സമയം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഈ സമയം എത്രയാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, അത് സൂര്യോദയം മുതൽ അസ്ർ വരെയുള്ള സമയമാണ്. മക്കം ഫത്ഹിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഉണ്ടായിരുന്ന ചില ആളുകളെ വധിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. അത് ആ ഒരു സമയത്താണ്. അപ്പൊ അത് അള്ളാഹു തആല മക്കം ഫത്ഹിന് വേണ്ടി പ്രത്യേകം അളവ് നൽകിയതാണ് എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോഴും ഈ വ്യക്തി സ്വീകരിക്കുന്നില്ല, ഈ ഭരണാധികാരി ഇത് സ്വീകരിക്കുന്നില്ല. മറിച്ച് അയാൾ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ അപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നൽ ഹറം ലാ യുഈദു ആസിയൻ വലാ ഫാറൻ ബിദം വലാ ഫാറൻ ബിഖർബ, തീർച്ചയായും ഹറം എന്ന് പറയുന്നത് ഒരു ധിക്കാരിയായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ച് പറയാണ്, ആ ധിക്കാരിക്ക് ഹറമിന്റെ രക്ഷയൊന്നും കിട്ടൂല, അയാൾ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ വഞ്ചനയും അതുപോലെ മറ്റു പല കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബാത്തിലായ വർത്താനാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അപ്പോൾ സഹോദരങ്ങൾ, ഇതിൽ വലിയ പാഠം അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, മരം പോലും മുറിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ മനുഷ്യന്റെ കാര്യം പറയേണ്ടതില്ല, മരം മുറിക്കാൻ പാടില്ല, മനുഷ്യനെ മുറിക്കാൻ പാടില്ല. അപ്പൊ പണ്ഡിതന്മാർ ചില ചോദ്യങ്ങൾ പറയാൻ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ലൗ അന്ന ഇൻസാനൻ ഫഅല ജരീമതൻ ഖാരിജൽ ഹറം ثم ലജഅ ഇലൽ ഹറം ഫഹൽ യുആഖബു അലാ ജരീമതിഹി ഔ യുസ്റക്, ഒരു മനുഷ്യൻ ഹറമിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യമൊക്കെ ചെയ്യും, എന്നിട്ട് ഹറമിന്റെ അകത്ത് വന്നിട്ട് എന്ത് ചെയ്യും, അയാൾ രക്ഷ പ്രാപിക്കും. കാരണം ഹറമിന്റെ അകത്ത് വെച്ചാൽ അയാളെ കൊല്ലുകയില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തി എന്ത് ചെയ്യണം? പുറത്തു വന്നിട്ട് ചിലപ്പോ മോഷ്ടിച്ചിട്ട് ഹറമിന്റെ അകത്ത് പ്രവേശിക്കും. അപ്പോൾ കൈവെട്ടുന്ന ഖിസാസ് അവിടെ ഉണ്ടാവുകയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അതേപോലെ മറ്റൊരാളെ കൊന്നിട്ട് ഹറമിൽ വന്ന് അയാൾക്ക് അങ്ങനെ സംരക്ഷണം അങ്ങനെ നേടാൻ പറ്റുമോ? ഇല്ല. അതിന്റെ ഉത്തരം ബൽ യുആഖബു അലൽ ജരീമ, അയാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ എന്തായാലും കിട്ടും. കുറ്റകൃത്യം ചെയ്താൽ അതിന് ശിക്ഷ എന്തായാലും കിട്ടും. പക്ഷേ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, അദ്ദേഹത്തെ ഹറമിൽ നിന്നും പുറത്തു കൊണ്ടുപോയിട്ടാണ് അങ്ങനെ പുറത്തുനിന്ന് കുറ്റം ചെയ്തയാളെ എന്ത് ചെയ്യുക, ശിക്ഷിക്കുക. അതിനുവേണ്ടി അദ്ദേഹം പറയുന്നത്, അയാളെ പൂർണ്ണമായി എന്ത് ചെയ്യും, ആളുകൾ ഹജ്ർ ചെയ്യും, അയാൾക്ക് വിൽക്കുകയോ അയാളിൽ നിന്ന് വാങ്ങുകയോ ഒന്നും ചെയ്യില്ല, അയാളെ പ്രയാസപ്പെടുത്തും. അങ്ങനെ അയാൾ അവസാന ഹറമിൽ നിന്ന് എന്തായാലും പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ട ശിക്ഷ ഹറമിന്റെ പുറത്തുനിന്ന് നൽകും. പുറത്ത് ശിക്ഷ ചെയ്ത ഒരാൾക്ക് അങ്ങനെ പുറത്തുനിന്ന് തന്നെയാണ് അതിന്റെ ശിക്ഷ നൽകുക എന്നാണ്. എന്നാൽ ഹറം പ്രദേശത്ത് നിന്നും ആരെങ്കിലും വല്ല ഹറാമുകളും ചെയ്താൽ, ഒരാൾ മോഷ്ടിച്ചാൽ, ഒരാൾ വ്യഭിചരിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾക്ക് അതിനുള്ള ശിക്ഷ ഹറമിന്റെ അകത്ത് തന്നെ ലഭിക്കും. അതായത് ഇസ്ലാമികമായ ഖിസാസ് അയാൾക്ക് അതിന്റെ അകത്ത് തന്നെ കിട്ടും. അയാൾക്ക് അതിനുള്ള പ്രതിക്രിയ അതിനകത്ത് തന്നെ കിട്ടും. അത് തീർച്ചയായും ലഭിക്കുന്നതാണ്. എന്നാൽ അതുപോലെ തന്നെയാണ് വേട്ടയാടുക എന്നുള്ളത്, അത് പാടില്ല. ഹറമിന്റെ അകത്തുള്ള മൃഗങ്ങളെ വേട്ടയാടുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഒരാൾ വേട്ടമൃഗത്തെ പുറത്തു നിന്ന് കൊണ്ടുവന്നതാണെങ്കിലോ അയാൾക്ക് അതിനെ വേട്ടയാടാവുന്നതാണ്. ഒരാൾ ഹറമിന്റെ പുറത്തു നിന്നും ഒരു വേട്ടമൃഗത്തെ പിടിച്ചു കൊണ്ടുവന്നു, എന്നിട്ട് അയാൾ ഹറമിലേക്ക് അതും കൊണ്ട് പ്രവേശിച്ചാൽ അയാൾക്ക് ഹറമിൽ നിന്നും അത് കഴിക്കാവുന്നതാണ്, അറുക്കാവുന്നതാണ്, പ്രശ്നമില്ല. എന്നാൽ ഹറമിന്റെ അകത്തു നിന്നും, ഉദാഹരണത്തിന് നമ്മൾ മസ്ജിദുൽ നബവിയിലെ മസ്ജിദുൽ ഹറമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രാവുകളെ അവിടെ കാണാറുണ്ട്, അല്ലെ? പ്രാവുകളെ കാണാറുണ്ട് ചുറ്റും. ആ പ്രാവുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ ആട്ടി അകറ്റാൻ പോലും പാടില്ല. ഹറമിലെ മൃഗത്തോട് അതിനെ ആട്ടുക എന്നുള്ളത് പോലും പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ അവിടെ വല്ല മൃഗങ്ങളും കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിന് കൊല്ലാൻ പാടില്ല. ഇപ്പൊ നമ്മളെ കയ്യിൽ ഒരു തോക്കുണ്ടെന്ന് വിചാരിക്കാം, സാധാരണ തോക്ക് ചെറിയ മൃഗങ്ങളൊക്കെ കൊല്ലാൻ പറ്റുന്ന. അപ്പൊ അവിടെ പ്രാവുകളുണ്ട്, നമ്മൾ നല്ലൊരു പ്രാവിനെ കണ്ടു, അത് വേട്ടയാടാൻ അനുവാദമില്ല. അല്ലെങ്കിൽ ആ രൂപത്തിൽ മറ്റെന്തെങ്കിലുമൊക്കെ നമുക്ക് അനുവദനീയമായ വല്ല മൃഗങ്ങളെയും കണ്ടു, അദ്ദേഹം പറയുന്നു മുയലിനൊരാൾ കാണുകയാണ്, അങ്ങനെ മുയലിനെ അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അത് കൊല്ലുവാൻ പാടില്ല. ഹറമിലെ മൃഗം, അതാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഷോപ്പിനകത്തുള്ള വിൽക്കുവാൻ വേണ്ടി അറവിന് വേണ്ടി പുറത്തുനിന്ന് കൊണ്ടുവന്ന അല്ല, അതല്ല പറയുന്നത്. മറിച്ച് ഹറമിൽ വസിക്കുന്നതായ മൃഗങ്ങൾ അതിനത്രയും പവിത്രതയുണ്ട്, അതിനൊരാളും തൊടില്ല. അത് ആ രൂപത്തിൽ അതങ്ങനെ എന്ത് ചെയ്യും, അത് ജീവിക്കും. എന്നാൽ ഇവിടെ ഒരു ചോദ്യം അദ്ദേഹം പറയാണ്, നമ്മൾ വാഹനമൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഏതെങ്കിലുമൊക്കെ മൃഗങ്ങൾ വന്ന് നമ്മൾ മുന്നിൽ ചാടി അത് മരിച്ചു പോയാൽ അതിന് വല്ല കഫാറത്തുണ്ടോ എന്നാണ്. ഇല്ല, അത് നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ല. നമ്മൾ കൊല ചെയ്തു എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മനഃപൂർവ്വം ഇടിച്ചു കൊന്നതാണെങ്കിൽ അതിന്റെ നിയമം നമ്മൾ കൊന്നു എന്ന് തന്നെ പറയും.
ഒരു റോഡിൽ നമ്മൾ ഹറം പ്രദേശത്തുള്ള ഒരു ആടിനെ കണ്ടു, ഒരാൾ നേരെ കൊണ്ടുപോയി കാർ കൊണ്ട് ഇടിച്ചാൽ അതിനെ കൊന്നതിന് തുല്യമാണ്. എന്നാൽ അങ്ങനെയല്ല, നമ്മളൊരു വളവിലേക്ക് പോകുമ്പോഴേക്കും അവിടുന്ന് ഒരു ഒട്ടകം വന്നു ചാടി അല്ലെങ്കിൽ ഒരു ആട് വന്നു ചാടി അങ്ങനെ ആ ആട് ആ രൂപത്തിൽ മരിച്ചു പോയാൽ എന്തില്ല, തെറ്റില്ല. കാരണം അല്ലാഹു തആല പറഞ്ഞത് വമൻ ഖതല മിൻകും മുതഅമ്മിദൻ, നിങ്ങളിൽ ആരെങ്കിലും അത് മനഃപൂർവ്വം കൊന്നാലെന്നാണ്. അവനാണ് ഫജസാഉം മിസ്ലു മാ ഖതല മിനൻ നഅം എന്ന് പറഞ്ഞ അവന്റെ പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് മനഃപൂർവ്വം കൊന്നവനാണ്, അതല്ലാത്ത ആളുകൾക്ക് ഇല്ല. അതുപോലെ തന്നെ ഹറമിൽ ജറാദുകൾ ഉണ്ടാകും, വെട്ടുകിളി. വെട്ടുകിളി എന്ന് പറഞ്ഞാൽ അറിയോ? വെട്ടുകിളി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ചീവീടിനെ പോലത്തെ ഒരു സാധനമാണ്. ചില ആൾ മലയാളത്തിൽ വെട്ടുകിളി എന്ന് വിചാരിക്കും നല്ല കൊക്കിനൊക്കെ പോലത്തെ നല്ലൊരു കിളിയായിരിക്കും, അതിന് നല്ല കുറെ ഇറച്ചി കിട്ടും. അല്ല, വെട്ടുകിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജറാദ് എന്ന് പറയുന്നത് അതങ്ങനെ പ്രത്യേകിച്ച് എന്തില്ല, അതിന് ഇറച്ചിയായിട്ട് എടുക്കാനൊന്നുമില്ല. അത് നമ്മളൊരു പാറ്റയെ പോലെ അല്ലെങ്കിൽ ആ രൂപത്തിലൊരു ചീവീടൊക്കെ കുറച്ച് വലുതായ പോലെയുള്ള ഒരു വസ്തുവാണ്. അതിന് നേരെ തന്നെ അങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കും. അത് ഇന്നും സൗദി അറേബ്യയിലൊക്കെ അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്നും ലഭിക്കുന്നതാണ്. അത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, അത് മക്കയിലൊക്കെ ചില സമയത്ത് അത് വർദ്ധിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, അതിനടിച്ചു കൊല്ലാനൊന്നും പാടില്ല. അപ്പൊ അദ്ദേഹം പറയണം, അവിടെ ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യുന്ന കാണലുണ്ട്. അവർക്കൊരു രസമാണ്. ഈ ജറാദിന് എന്താ, ഒരുപാട് ജറാദുകൾ ഉണ്ടാവും, വെട്ടുകൾ കുറേ ഉണ്ടാവും, ഒരുമിച്ചാണ് ഉണ്ടാവുക. അപ്പൊ അതിനടിച്ചു കൊന്ന് അങ്ങനെ വെറുതെ തമാശക്ക് കഴിക്കാനും കൂടിയല്ല, അത് അനുവദനീയമല്ല എന്നാണ്, അവർ തടയപ്പെടണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഹറമിൽ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ, അത് ജീവികൾ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതിനെ കൊല്ലാൻ പാടില്ല. കൊല്ലാൻ പറ്റുന്നത് ഇൻഷാ അല്ലാഹ് അദ്ദേഹം അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് അതിനെ കൊല്ലാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസും കൂടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഫത്ഹി മക്ക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന്റെ അന്ന് പറഞ്ഞു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹ് വലാകിൻ ജിഹാദുൻ വനിയ്യ. ഫത്ഹിന് ശേഷം, മക്കം ഫത്ഹിന് ശേഷം ഇനി ഹിജ്റ ഇല്ല. ഈ സഹോദരങ്ങളെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, മക്കം ഫത്ഹിന് ശേഷം മക്കയിലേക്ക് മക്കയിൽ നിന്നും എന്തില്ല, ഇനി ഒരാൾ ഹിജ്റ പോകേണ്ടതില്ല. എന്തുകൊണ്ട്? കാരണം മക്ക ഇസ്ലാമിക രാജ്യമായി തീർന്നു. ഇനി ആരും ഹിജ്റ ഉദ്ദേശിച്ചുകൊണ്ട് മക്കയിൽ നിന്നും പുറത്തേക്ക് ഇനി പോകേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. കാരണം ചില ആളുകൾ എന്ത് ചെയ്യും, ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഹിജ്റ എന്ന് പറയുന്ന, അതായത് ഒരാൾക്ക് കൂടുതൽ ഇസ്ലാമികമായി ജീവിക്കാൻ അതിനനുകൂലമാകുന്ന രാജ്യങ്ങളിലേക്ക് മാറി താമസിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്കതിന് സാധ്യത കുറവാണ് എന്നുള്ളത് ശരിയാണ്. നമുക്ക് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇന്ന് പൊതുവെ രാജ്യങ്ങൾ അനുവദിക്കുന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം പുറത്തുനിന്ന് വരുന്ന ആളുകളെ സ്വീകരിക്കുക എന്നുള്ളത് ഇല്ല, വളരെ കുറവാണ്. പ്രത്യേകിച്ചും GCC രാജ്യങ്ങളൊന്നും അത് അങ്ങനെ അനുവദിക്കുന്നില്ല. നമുക്ക് ജോലിയോ മറ്റോ എടുത്ത് പോകാമെന്നല്ലാതെ നമുക്ക് കൂടുതൽ ഇസ്ലാമികമായി ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നതായ ഒരു രാജ്യത്ത് പോകുക എന്ന് പറയുന്നത് ഇന്ന് വളരെ വിരളമാണ്, സാധ്യതയില്ല. പക്ഷേ ഇസ്ലാമിന്റെ നിയമം എന്ത് ചെയ്തിട്ടില്ല, അത് ദുർബലപ്പെട്ടിട്ടില്ല. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ട്. ഖിയാമത്ത് നാൾ വരെ ഒരു നാട്ടിൽ മുസ്ലിമിനെ ആളുകൾ ഉപദ്രവിക്കുകയാണ്, പ്രയാസപ്പെടുത്തുകയാണ്, അവന്റെ ദീൻ ഉയർത്തിക്കൊണ്ട് അവൻ ജീവിക്കാൻ വിടുന്നില്ല. അല്ലെ, അങ്ങനെ പല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ട് പീഡിപ്പിക്കപ്പെടാറുണ്ട്, ബുദ്ധിമുട്ടിക്കപ്പെടാറുണ്ട്. ആ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയിട്ടുള്ള വലിയൊരു ആശ്വാസമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെ പ്രയാസം സഹിച്ച് ഈ നാട്ടിൽ ജീവിക്കേണ്ട കാര്യമില്ല. മറിച്ച് നിന്റെ ദീനാണ് നിനക്ക് ഏറ്റവും പ്രാധാന്യം. അല്ല നീ ഇവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെയാണ് നിന്റെ എല്ലാ സ്വത്തുള്ളത് എന്നുകൊണ്ട് നീ നിന്റെ ദീൻ ഒഴിവാക്കിയിട്ട് ഇവിടെ നിൽക്കലല്ല. മറിച്ച് ദീനാണ് നിനക്ക് അതിന് ഉയർത്തിപ്പിടിക്കേണ്ടത്. നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിലേക്ക് ഈ ദീനും കൊണ്ടാണ് നിനക്ക് ചെല്ലാനുള്ളത്. അത് നീ പാഴാക്കി കളയാൻ പാടില്ല. ഇതൊക്കെ ദുന്യവിയായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചേക്കുക. എന്നിട്ട് കൂടുതൽ ഇസ്ലാമികമായി ജീവിക്കാൻ പറ്റുന്ന രാജ്യത്തേക്ക് മാറി താമസിക്കുക. ഇതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. ബുദ്ധിയുള്ള ആർക്കും ഇതിന്റെ വസ്തുതയും അതുപോലെ തന്നെ ഇതിന്റെ ആവശ്യകതയും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ചില ആളുകൾ ഹിജ്റ എന്ന് പറഞ്ഞത് വലിയ എന്തോ ഒരു ഭീകരവാദം പോലെയൊക്കെ ചിത്രീകരിക്കും. എന്നാൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ഹിജ്റ ചെയ്യുന്നത് ആരാണ്? മുസ്ലിമീങ്ങളല്ല. ചരിത്രം എടുത്തു നോക്കിയാൽ, ഹിസ്റ്ററി അതിന്റെ നമ്മൾ എടുത്തു നോക്കിയാൽ, ഇവിടുന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടുത്തെ ജീവിക്കാനുള്ള സാധ്യത വളരെയധികം കുറഞ്ഞതുകൊണ്ട് ഒരുപാട് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കാനഡയിലേക്കും മറ്റുമൊക്കെ ഹിജ്റ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അവരുടെ ഹിജ്റ ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇവിടെ ഭയങ്കരമായ പ്രയാസങ്ങളൊക്കെ, കച്ചവടമൊക്കെ ചെയ്യാൻ പ്രയാസമായപ്പോൾ അവർ ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ട്
മറ്റ് രാജ്യങ്ങളിലേക്ക് ഹിജറ ചെയ്യുന്നു. നല്ലൊരു മുസ്ലിം അവന് ദുനിയാവിന് വേണ്ടിയിട്ടല്ല ഹിജറ ചെയ്യുന്നത്, അവന്റെ ദീൻ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ബാക്കിയാക്കിയിട്ടുള്ള വലിയ പുണ്യകർമ്മമായി പഠിപ്പിച്ചിട്ടുള്ള, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അല്ലാഹു തആല ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്നത് പോലെ പുറത്തു തരുമെന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് ബാക്കിയുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞത് ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്, മക്കം ഫത്ഹിന് ശേഷം ഇനി മക്കത്ത് നിന്ന് ആരും ഹിജറ പോകേണ്ടതില്ല. എല്ലാവരും മദീനത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മദീനയാണ് ഇസ്ലാമിക രാജ്യം. ഇനി അതിന്റെ ആവശ്യമില്ല. മക്ക ഇസ്ലാമിക രാജ്യമായിട്ടുണ്ട്. വലാക്കിൻ ജിഹാദുൻ വനിയ, ഇനി യുദ്ധവും അതുപോലെ നീയത്തുമുണ്ട്. വഇദുസ്തുൻഫിർതും ഫൻഫിറു, നിങ്ങളോട് യുദ്ധത്തിന് പുറപ്പെടാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അങ്ങനെ പുറപ്പെട്ടോളൂ. മക്കയിൽ നിന്നും യുദ്ധത്തിന് പുറപ്പെട്ടോളൂ, ജിഹാദിന് വേണ്ടി പുറപ്പെട്ടോളൂ. അതല്ലാതെ നിങ്ങൾ ഇനി ഹിജറ ചെയ്യാൻ വേണ്ടി പുറപ്പെടേണ്ടതില്ല. ഇസ്ലാമിക ഭരണാധികാരി വരൂ നമുക്ക് യുദ്ധം ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിക്കോളൂ, അതല്ലാതെ പോകേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് വഖാല യൗമ ഫത്ഹി മക്ക, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ദിവസം പറഞ്ഞ കാര്യം, ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹു യൗമ ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർദ്, തീർച്ചയായും ആകാശഭൂമികളെ പടച്ച അന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയെ എന്താക്കിയിട്ടുണ്ട്? പവിത്രമായ പ്രദേശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് പവിത്രത നൽകിയിട്ടുണ്ട്. ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നൽകിയ പവിത്രത അതിന് ഉണ്ട്, അത് പവിത്രമാണ്. വഇന്നഹു ലം യഹില്ലൽ ഖിതാലു ഫീഹി ലിഅഹദിൻ ഖബ്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്തിന് ഒരു യുദ്ധം നടത്തിയല്ലോ. അപ്പോ അവിടുന്ന് പറയാൻ, എനിക്ക് മുമ്പ് ഇവിടെ ഒരാൾക്കും അല്ലാഹു തആല എന്ത് ചെയ്തിട്ടില്ല? യുദ്ധം അനുവദിച്ചു കൊടുത്തിട്ടില്ല. വല യഹില്ലലി, എനിക്ക് തന്നെ അള്ളാഹു അനുവദിച്ചിട്ടില്ല ഇല്ല സാഅത മിൻഹ, ഈ ഒരൊറ്റ പകല് മാത്രമല്ലാതെ. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഫജ്ർ മുതൽ അസ്ർ വരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അനുവദിച്ചു കൊടുത്തത്. അത്രേ നൽകിയിട്ടുള്ളൂ. ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാ ഇലാ യൗമിൽ ഖിയാമ, ഇനി ഖിയാമത്ത് നാൾ വരെ അത് പവിത്രവുമാണ്. ഇനി അത് ഖിയാമത്ത് നാൾ വരെ പവിത്രവുമാണ്. ലാ യുഅളദു ഷൗക, ലാ യുഅളദു ഷൗകു, അതുകൊണ്ട് തന്നെ അതിലൊരു കൊമ്പ് നിങ്ങളിന് മുറിക്കാൻ പാടില്ല, ഒരു മരവും മുറിക്കാൻ പാടില്ല. വലാ യുനഫറു സൈദു, അതിലൊരു വേട്ടമൃഗത്തെ ആട്ടി അകറ്റാൻ പോലും പാടില്ല, ആട്ടി ഓടിക്കാൻ പോലും പാടില്ല. വലാ യൽതഖിതു ലുഖതഹു ഇല്ലാ മൻ അറഫഹ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വഴിയിൽ നിന്നും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് പരസ്യപ്പെടുത്തുന്നവനല്ലാതെ അത് എടുക്കാൻ പാടില്ല. അല്ലെ, നമ്മൾ വഴിയിൽ നിന്നൊരു സാധനം ലുഖത്തകൾ കിട്ടിയാൽ അതിന്റെ ഹുക്കം എന്താണ്? വഴിയിൽ നിന്നൊരു സാധനം കിട്ടും, വളരെ നിസ്സാരമായ ഒരു കാര്യക്കാണ് ഒരാൾക്ക് എടുക്കാം. ഒരാൾക്ക് ഒരു ഈത്തപ്പഴം കിട്ടിയ അയാൾക്ക് എടുക്കാം, സാധാരണ ഗതിയിൽ അങ്ങനെയാണ്. പക്ഷേ ഹറമിൽ നിന്നും അങ്ങനെയുള്ള ലുഖത്തകൾ, ഒരാൾക്കൊരു വാച്ച് കിട്ടി, ഒരാൾക്കൊരു ഫോൺ കിട്ടി, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പൈസ കെട്ട് കിട്ടി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയുന്നു? അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? അതെടുത്ത് പോക്കറ്റിൽ ഇടാൻ പാടില്ല. ഇതെനിക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് എടുക്കാൻ പാടില്ല. ലുഖത്തകൾ അത് നിസ്സാരമാണ് ആണെങ്കിലും ശരി, ഇനി വലിയ വില കൂടിയതാണെന്നെങ്കിലും ശരി, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് പോക്കറ്റിലേക്ക് ഇടരുത്. എന്ത് ചെയ്യണം? ഇല്ലാമൻ അറഫഹ, അത് പരസ്യപ്പെടുത്തി, ഒരു വർഷമൊക്കെ പരസ്യപ്പെടുത്തി, അതിന്റെ നിയമങ്ങൾ വേറെയുണ്ട്. ആ രൂപത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലാതെ എടുക്കരുത്. അത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ വ്യക്തിയും ഇത് പാലിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു വസ്തു അവിടെ വീണുപോയി, ഒരാളുടെ ഒരു താക്കോൽ അവിടെ വീണു, ഏതെങ്കിലും ഒരു വസ്തു വീണുപോയി. ഒന്നാമത്തെ ആൾ കണ്ടു, അയാൾ ഈ ഹദീസ് ഞാൻ പരസ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, അയാൾ എടുക്കൂല. അടുത്ത ആൾ കണ്ടു, അയാൾ എടുക്കൂല. അടുത്ത ആൾ കണ്ടു, അയാൾ എടുക്കൂല. അങ്ങനെ ആരാണോ ഇത് നഷ്ടപ്പെട്ടത് കുറച്ചു കഴിഞ്ഞാൽ അറിയല്ലോ, അയാൾ തിരിച്ചു വന്നാൽ അയാൾക്ക് അവിടെ തന്നെ അത് കാണാൻ സാധിക്കും. കാരണം പരസ്യപ്പെടുത്താൻ ഉദ്ദേശിക്കാത്ത ഒരാൾ അത് എടുക്കൂല. ഇനി പരസ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ അയാൾ അവിടെയുള്ള ആളുകൾ കൂടുന്ന അങ്ങാടിയിൽ വന്നത് പരസ്യപ്പെടുത്തുന്നുണ്ടാവും, ഇയാൾക്ക് അത് എളുപ്പം കിട്ടുകയും ചെയ്യും. അത്രയും സുതാര്യമായിരിക്കും മക്ക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, എന്നാൽ ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് വളരെ തിരക്ക് കൂടി ഇങ്ങനെയുള്ള വസ്തുക്കൾ അത് നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഇത്തരം ദീനിന്റെ നിയമങ്ങൾ അറിയാത്ത അല്ല അങ്ങനെയുള്ള തെമ്മാടികളായ ആളുകൾ ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? അതെടുത്ത് പോക്കറ്റ് അടിക്കും. അല്ലാതെ തന്നെ മനുഷ്യന്മാരുടെ പോക്കറ്റ് അടിക്കാൻ നടക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ്, അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഇന്ന് ഇരു ഹറമുകളിലും ഇങ്ങനെയുള്ള മഫ്കൂദായ നഷ്ടപ്പെട്ട സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് പ്രത്യേക ഒരു സെഷൻ തന്നെ അവർക്കുണ്ട്. അവിടെ നിങ്ങൾ കൊണ്ടുപോയി ഏൽപ്പിച്ചാൽ മതി. അപ്പൊ ഈ പറയുന്ന ഇസ്ലാം ഇതുകൊണ്ട് ഉദ്ദേശിച്ച ഈ നിയമം അവിടെ എന്ത് ചെയ്യും? അത് അവിടെ സുരക്ഷിതമായി ഇയാൾക്ക് കയ്യിൽ കിട്ടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. അത് അപ്പോഴാണ് നടപ്പിലാകുന്നത്. അതുകൊണ്ട് അങ്ങനെ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫോൺ കിട്ടി അല്ലെങ്കിൽ ഒരു വസ്തു കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് ഹറമുകളിലും അതിൻ്റെതായ വസ്തുക്കൾ ഏൽപ്പിക്കേണ്ട സ്ഥലമുണ്ട്, അതിന് ഇദാറുണ്ട്. ആരോടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരും. എന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വസ്തു കിട്ടിയിട്ടുണ്ട്, അവിടെ വെക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും നമ്മൾ അവിടെ പോയാൽ മതി, അവിടെ പോയിട്ട് അന്വേഷിക്കാം. അവിടെ പോയി അന്വേഷിച്ചാൽ അത് ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ്
പറഞ്ഞിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വല യുഖ്തല ഖലാഹു, അതിൻ്റെ അകത്തുള്ള പുല്ലുകൾ നിങ്ങൾ വെട്ടിമുറിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പച്ച പുല്ലുകളും മറ്റുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെട്ടിമുറിക്കാൻ അത് പാടില്ല. ഫഖാലൽ അബ്ബാസ് യാ റസൂലല്ലാഹ് ഇല്ലൽ ഇസ്ദിഖർ, അല്ലാഹുവിന്റെ റസൂലേ ഇസ്ദിഖർ ഒഴികെ, അല്ലെ ഇസ്ദിഖർ ഒഴികെ, ഫഇന്നഹു ലിഖൈനിഹിം വബുയൂതിഹിം, കാരണം അത് ഉലപ്പുരയിൽ തീ കത്തിക്കുവാൻ വേണ്ടി അങ്ങനെ ഉലപ്പുരയിൽ കൊല്ലപ്പണിക്കാരന് അത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ വബുയൂതിഹിം, വീടുകൾ അത് ഈന്തപ്പന ഓല കൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഈ പുല്ലുകളും വെച്ച് കെട്ടാറുണ്ട്. അതിനൊരു ഉറപ്പും ബലവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി പുല്ലുകളും വെച്ച് കെട്ടാറുണ്ട്. അതുകൊണ്ട് അതിന് ഇളവുണ്ടാകുമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ലൽ ഇസ്ദിഖർ, അതെ ഇസ്ദിഖർ നിങ്ങൾക്ക് കുഴപ്പമില്ല, അത് മുറിച്ചോളൂ, അത് മക്കാർക്ക് ആവശ്യമുള്ള കാര്യമാണ്, മക്കാർക്ക് ആവശ്യമുള്ള കാര്യമാണ്. 3 കാര്യത്തിന് അത് ആവശ്യമുണ്ട് എന്ന് മറ്റു ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് ഖബറിലാണ്, ഖബറിൽ മയ്യത്ത് വെക്കുന്ന സമയത്ത് ലഹദാണ്, ഇങ്ങനെ ചെരിച്ചിട്ടാണ് ഖബർ വെക്കുന്നത്. അപ്പൊ അവിടെ കൂടുതൽ ടൈറ്റ് ആവുന്നതിന് വേണ്ടി ഈ പുല്ല് വെച്ച് നിറക്കാറുണ്ട്. അതുപോലെ തന്നെ വീടുണ്ടാക്കുന്ന സമയത്ത് മേൽക്കൂരയോടൊപ്പം ഈന്തപ്പന ഓലയോടൊപ്പം ഈ പുല്ലുകളും വെച്ച് കെട്ടാറുണ്ട്. അതുപോലെ തന്നെ ഈ കൊല്ലപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീ പിടിക്കുന്ന ഒരു പുല്ലാണ് ഇസ്ദിഖർ എന്ന് പറയുന്നത്. അപ്പൊ അയാൾക്ക് എപ്പോഴും തീ ആവശ്യമാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീ കത്തിച്ചിട്ട് ആ പണിയെടുക്കുന്ന വ്യക്തിയാണ് കൊല്ലപ്പണിക്കാരൻ. അപ്പൊ അയാൾക്കും അത് അയാൾക്കും അത് ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇസ്ദിഖറിന് ഒരു അളവ് നൽകിയിട്ടുണ്ട്. അതല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ ഹറമിൽ മുളച്ചു പൊന്തിയിട്ടുള്ള ചെടികൾ കണ്ടാൽ നമ്മൾ അത് എന്ത് ചെയ്യാൻ പാടില്ല, അത് പൊട്ടിച്ചു കളയാനോ അത് ആ രൂപത്തിൽ മുറിച്ചു കളയാനോ ഒന്നും പാടില്ല എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. ഇത് ഒക്കെ മക്കയുടെ പവിത്രത അറിയിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ കൊണ്ടുവന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, അദ്ദേഹം കൊടുത്ത അടുത്ത അധ്യായം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ കൊടുത്ത അടുത്ത അധ്യായം ബാബു മാ യജൂസു ഖത്ലുഹു, നമുക്ക് കൊല്ലൽ അനുവദനീയമായ ചില കാര്യങ്ങളുണ്ട്, കൊല്ലൽ അനുവദനീയമായ കാര്യങ്ങൾ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖംസും മിനദ് ദവാബി കുല്ലുഹുന്ന ഫാസിഖ്, 5 ജീവികളുണ്ട്, എല്ലാം തെമ്മാടികളാണ്. തെമ്മാടികൾ എന്ന് വിളിക്കപ്പെടാൻ അർഹരായ 5 ജീവികളുണ്ട്. യുക്തൽന ഫിൽ ഹറം, അത് ഹറമിൽ നിന്ന് പോലും അത് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൊല്ലാൻ പറ്റും, ഹറമിൽ നിന്ന് പോലും കൊല്ലാൻ പറ്റും. ചില റിവായത്തിൽ യുക്തലു ഖംസുൻ ഫവാസിഖു ഫിൽ ഹിൽ വൽ ഹറം, 5 തെമ്മാടികളായ മൃഗങ്ങളുണ്ട് അല്ലെങ്കിൽ ജീവികളുണ്ട്, അത് ഹറമിന്റെ പുറത്തും ഹറമിലൊക്കെ കൊല്ലാൻ പറ്റുന്നത് തന്നെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കുറിച്ച് പറഞ്ഞു. ഒന്നാമത്തേത് അൽ ഖുറാബ്, കാക്ക. കാക്കയെ കുറിച്ച് പറയും, കാക്ക ഒരു ഫാസിക്കായ ജീവിയാണ്. കാക്ക പല രൂപത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ കാക്ക ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട 2 ഉപദ്രവങ്ങൾ പറയുന്നത്, ഈന്തപ്പന കുലക്കുന്ന സമയത്ത് ആ ഈത്തപ്പഴത്തിന്റെ മുകളിൽ ആ കുല ഉണ്ടാകുന്ന പുതിയ കുലക്ക് പോയി ഇങ്ങനെ കൊത്തിയിട്ട് അതിനെ നശിപ്പിച്ചു കളയാന്നുള്ളത് കാക്ക ചെയ്യുന്ന വലിയൊരു ഉപദ്രവമാണ്. കാക്കക്ക് പല ഉപദ്രവമുണ്ട്, അത് അനുഭവമുള്ള ആളുകളുണ്ടാവും. കാക്ക അങ്ങനെ പല രൂപത്തിൽ ആൾക്കാരെ ഉപദ്രവിക്കുന്ന ഒരു ജീവി തന്നെയാണ്. അപ്പൊ ഒന്നതാണ്. രണ്ടാമത്, ഈ ഒട്ടകത്തിന് എന്തെങ്കിലും രൂപത്തിലൊക്കെ വ്രണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി കുത്തിയിട്ട് അത് കൂടുതൽ വഷളാക്കിയിട്ട് ഒട്ടകത്തെ പ്രയാസപ്പെടുത്തുക. അത് മനുഷ്യന്മാരുടെ മെയിൻ ഒരു വരുമാനമാണ് ഒട്ടകം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഒട്ടകത്തിന് കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കുക എന്നുള്ളൊരു പണിയും കാക്ക ചെയ്യാറുണ്ട്. അതുകൊണ്ട് കാക്കയെ കണ്ട, അങ്ങനെ വല്ല ഉപദ്രവം കണ്ട കാക്കയെ കൊന്നുള്ളത് കുഴപ്പമില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത് പറഞ്ഞു വൽ ഹിദ്അ, വൽ ഹിദ്അ, ദാലിന് ഫത്ഹ്, വൽ ഹിദ്അ. ഹിദ്അ എന്ന് പറയുന്നത് അതിനെ ഗരുഡൻ എന്നോ പരുന്ത് എന്നൊക്കെ പറയാം, ഒരു പ്രാപ്പിടി എന്നൊക്കെ പറയുന്ന ഒരു പരുന്ത്, അങ്ങനെയുള്ള ജീവിയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അതിനെ കുറിച്ച് പറയുകയാണ്, അതിന് ഇറച്ചിയും അതുപോലെ തന്നെ സ്വർണ്ണമൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു ജീവിയാണത്, ഈ പ്രാപ്പിടിയനും പരുന്തൊക്കെ. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ വരെ അതിന് പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അല്ലെ, നമ്മൾ എന്താ പറയല്, ഗരുഡൻ തന്നെ അല്ലേ, ഗരുഡനാണ്. അത് ചെറിയ കുട്ടികൾ, ഇപ്പൊ ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ അതിനെ എടുത്തു കൊണ്ടുപോകാൻ നിങ്ങൾ ചിലപ്പോൾ അതിന്റെ കണ്ടിട്ടുണ്ടാകും. ഒരു ചെറിയൊരു മൃഗത്തെയൊക്കെ എടുത്തു കൊണ്ടുപോകാൻ മാത്രം കഴിവുള്ള ഒരു മൃഗമാണത്. ചെറിയ മൃഗമൊക്കെ, ഒരു ആടിനെ വരെയൊക്കെ എടുത്തു കൊണ്ടുപോകുന്ന വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ ഹിദഅത്ത് എന്ന് പറയുന്നത്. അത് വലിയ ഉപദ്രവകാരിയാണ്. അപ്പൊ അതിനെന്ത് ചെയ്യാം, അതിനെയും കൊല്ലൽ അനുവാദം നൽകിയിട്ടുണ്ട്. മൂന്നാമത് പറഞ്ഞത് വൽ അഖ്റബ്. അഖ്റബ് എന്ന് പറയുന്നത് തേളാണ്. തേള് സഹോദരങ്ങൾ നമുക്കറിയാം, അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അതിന് വിഷമുണ്ട്, മനുഷ്യന് നല്ല വേദനയുണ്ടാകും. അതുപോലെ വിഷവും ശരീരത്തിലേക്ക് പ്രവേശിക്കും. അതിനെ നമ്മൾ വീട്ടിലോ മറ്റോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കൊന്ന് കളയാവുന്നതാണ്. നിസ്കാരത്തിൽ പോലും കൊല്ലാൻ അനുവാദമുള്ള ഒരു ജീവിയാണ്
തേളെന്ന് പറയും. നിസ്കാരം മുറിക്കേണ്ടതില്ല. തേളിനെ കണ്ടാൽ 2 അടി അടിച്ച് കൊന്നിട്ട് നിസ്കാരം കണ്ടിന്യൂ ചെയ്യാം, സലാം വീട്ടേണ്ടതില്ല, അങ്ങനെ തന്നെ തുടരാം. ആ രൂപത്തിൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് അക്രബ് എന്ന് പറയുന്നത്. 4-മത് പറഞ്ഞു അൽഫറ, എലി എന്ന് പറയുന്നത്. ഇപ്പൊ എലിയുടെ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പല സ്ഥലത്തും എലിയുടെ ഒരുപാട് ഷർറുകൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. എലി വീട്ടിൽ പല ഷർറുകൾ ഉണ്ടാക്കും. അതിൽപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നത്, അത് കിതാബുകളൊക്കെ ആവശ്യമുള്ള പേജുകളൊക്കെ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കൊണ്ടുപോകും, എലിയുടെ പണിയാണ് അദ്ദേഹം. അതുപോലെ സ്വർണം ഒക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോവുക. എല്ലാവരെയും ചിലപ്പോൾ അനുഭവം ഉണ്ടാകും, ചിലപ്പോൾ ഒരു മോതിരം അയച്ചു വെച്ചാൽ കാണൂല, രാത്രി ചിലപ്പോൾ നമ്മൾ ടേബിൾ വെച്ചിട്ടുണ്ട് അത് അവിടെ കാണൂല, അത് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. അങ്ങനെ അദ്ദേഹം ഒരുപാട് ഇമാം സഅദി റഹിമഹുള്ളയിൽ നിന്നൊക്കെ അങ്ങനത്തെ ഉദാഹരണങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട എലിയുമായി ബന്ധപ്പെട്ട മറ്റു പല കിതാബുകളിലും പറഞ്ഞത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് എലി അങ്ങനെയുള്ള ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ്, അതിനെയും കൊല്ലാം. അത്രത്തോളം കാതന്റെ അകത്ത് കണ്ടാൽ പോലും കൊല്ലാം, അതാണ് പറയുന്നത്. 5-മത്തത് വൽകൽബുൽ അഖൂർ, നായ എന്ന് നിരുപാധികല്ല, ഉപദ്രവകാരിയായ നായ. കാരണം അദ്ദേഹം പറയുന്ന നായ 2 രൂപത്തിലുണ്ട്. പാവം നായകളുണ്ട്, ആരും ഒന്നും ചെയ്യാത്ത, അങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന നായകൾ ഉണ്ടാകും. അതിന് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, അതിനൊന്നും ചെയ്യേണ്ടതില്ല. പക്ഷെ ചില നായ്ക്കൾ മനുഷ്യരെ ഉപദ്രവിക്കുക, ആക്രമിക്കുക, അല്ലെ, ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുക, ഈ രൂപത്തിലൊക്കെ ഉണ്ട് എങ്കിൽ അതിന് ഹറമിലും അനുവദനീയമാണ്, പുറത്തും അനുവദനീയമാണ്. നമ്മുടെ നാട്ടിലാകുമ്പോൾ അതിന്റെ നിയമവശങ്ങൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക, അത് മാത്രം. അതല്ലാതെ നമ്മൾ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. എന്നാൽ അതല്ലാത്ത സ്ഥലത്ത് ബുദ്ധിയുള്ള ആളുകൾ ജീവിക്കുന്നിടയിൽ അങ്ങനെയുള്ള മൃഗങ്ങളുണ്ട് എങ്കിൽ അതിനെ കൊല്ലുക എന്നുള്ളതാണ് മനുഷ്യന് ഏറ്റവും ഉപകാരം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇതിനോട് തന്നെ നമുക്ക് വന്നിട്ടുള്ള കാര്യമാണ് പല്ലി, അത് കൊല്ലുവാൻ അനുവാദം വന്നിട്ടുള്ളതാണ്. പാമ്പ്, അത് അനുവാദം വന്നിട്ടുള്ള കാര്യമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഈ പറയുന്ന മൃഗങ്ങളെല്ലാം അതിന്റെ എല്ലാം കാരണങ്ങളും അതിന്റെ ഹിക്മത്തുകളും എടുത്തുകൊണ്ട് പൊതുവായ ഒരു ഖായിദ പറയാണ്, അന്ന കുല്ല മുഅ്ദിൻ ഫഇന്നഹു മഅ്മൂറുൻ ബിഖത്ലിഹി സവാഉൻ ഫിൽ ഹില്ലി ഔ ഫിൽ ഹറം വലാ യദ്ഖുലു ഫിസ് സൈദി ലിഅന്ന സൈദ ഫീഹി മൻഫഅത്തുൻ വയുക്കൽ. നമ്മൾ എന്തെല്ലാം ഉപദ്രവം ഉണ്ടാക്കുന്ന, മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന മൃഗങ്ങൾ, ജീവികളുണ്ടോ അതിനെല്ലാം എന്ത് ചെയ്യാം, നമുക്ക് കൊല്ലൽ അനുവദനീയമാണ്. എന്നാൽ അത് ഒരിക്കലും എന്തിൽ പെടുന്നില്ല, അത് വേട്ടയിൽ പെടുന്നില്ല. കാരണം വേട്ട എന്ന് പറയുന്നത് നമ്മൾ ഉപകാരത്തിന് കഴിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ്, ആട്, മാട്, ഒട്ടകമൊക്കെ, അല്ലെങ്കിൽ ആ രൂപത്തിൽ മാനും മറ്റുമൊക്കെ. അതിലൊന്നും ഇത് പെടുന്നില്ല എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒരു ഖായിദയായി പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അടുത്ത അധ്യായം ബാബു ദുഖൂലി മക്ക വഗൈരി, ബാബു ദുഖൂലി മക്ക വഗൈരി, മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. മക്കയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ചില കാര്യങ്ങൾ, അതിൽ കൊടുത്ത ഹദീസുകൾ. 1-മത്തേത് عن أنس بن مالك رضي الله عنه أن رسول الله صلى الله عليه وسلم دخل مكة عام الفتح. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഫത്ഹ്, അതായത് മക്ക വിജയമുള്ള ആ ഒരു വർഷം മക്കയിലേക്ക് പ്രവേശിച്ചു. ഹജ്ജിന്റെ സമയമല്ല, മക്കയിലേക്ക് പ്രവേശിച്ചു. വഅല റഅസിഹി അൽ മിഗ്ഫർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ മിഗ്ഫർ ഉണ്ട്, അഥവാ ശിരോകവചമുണ്ട്, അഥവാ പടത്തുപ്പിയുണ്ട്. തലയിൽ ധരിക്കുന്ന കവചത്തിനാണ് ഇരുമ്പ് കൊണ്ടോ മറ്റു ലോഹം കൊണ്ടോ ഉണ്ടാക്കുന്നതിനാണ് മിഗ്ഫർ എന്ന് പറയുന്നത്. യുദ്ധത്തിൽ അമ്പേൽക്കാതിരിക്കാനൊക്കെ, അല്ലെങ്കിൽ അമ്പേറ്റാൽ അത് തലയിൽ തറക്കാതിരിക്കാനൊക്കെ ധരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ധരിച്ചത് പണ്ഡിതന്മാർ ഒരുപാട് ഫായിദകൾ പറയുന്നുണ്ട്. ഇമാമുൽ മുതവക്കിലീനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭരമേൽപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഇമാമാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, അവിടുന്ന് ഒരു സബബ് സ്വീകരിക്കുക എന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടില്ല, അത് മാറി നിന്നിട്ടില്ല. സബബുകൾ, നമ്മളൊരു കാരണം, ഒരു വരിയിലേക്ക്, വിജയത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഒരു പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാരണം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അത് തവക്കുലിനെതിരല്ല, അത് തവക്കുലിനെതിരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഗ്ഫർ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് അവിടെ പ്രവേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തലയിൽ നിന്നും ആ ശിരോകവചം ഊരുകയുണ്ടായി, പടത്തൊപ്പി ഊരുകയുണ്ടായി. അത് പൊതുവെ യുദ്ധം കഴിഞ്ഞു എന്ന് അറിയിക്കുന്നതിന്റെ ഭാഗമാണ്. ഇനി യുദ്ധമില്ല, ഇനി അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ഫഖാല ഫലമ്മ ജാഅഹു റജുലുൻ, ഒരു വ്യക്തി അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് അയാൾ പറഞ്ഞു, ഇബ്നു ഖതൽ മുതഅല്ലിഖും ബി അസ്താരിൽ കഅബ. ഇബ്നു ഖതൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, മുർത്തദ്ദായി പോയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയധികം ചീത്ത പറയാൻ വേണ്ടി ആളുകളെ നിശ്ചയിച്ച് അങ്ങനെ ചീത്ത പറഞ്ഞ് കവിതകൾ എഴുതി ഇസ്ലാമിനെ പരിഹസിച്ച് സാധിക്കുന്ന രൂപത്തിൽ എല്ലാ ക്രൂരതകളും അവിടെ നടത്തിയിട്ടുള്ള
ഒരു വ്യക്തിയാണ് ഇബ്നു ഖത്തൽ എന്ന് പറയുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു ഖത്തൽ മുതഅല്ലിഖും ബി അസ്താരിൽ കഅബ, കഅബയുടെ ആ വിരി, അതിന്റെ ആ അസ്താറിൽ അതിങ്ങനെ പിടിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സംരക്ഷണം ചോദിച്ച രൂപത്തിൽ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ ഇപ്പൊ അങ്ങനെ നിൽക്കുകയാണ്, ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ള നിലക്ക് അയാൾ നിൽക്കുകയാണ്. ഫഖാല ഉഖ്തുലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയാളെ കൊന്നേക്കുക എന്ന് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പണ്ഡിതന്മാർ ഈ ഇദ്ദേഹത്തെ കൊല്ലാനുള്ള കാരണം ഒന്ന് മുർത്തദായതാണ്. മുർത്തദായി കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടമുള്ള സമയത്ത് ഭരണാധികാരിക്ക് രണ്ടാലൊരു തീരുമാനം എടുക്കാം. ഒന്നുകിൽ അയാൾ തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് വരാം, അതല്ല എങ്കിൽ അയാളെ കൊല്ലുക എന്നുള്ളതാണ്. അതല്ലാതെ മുർത്തദായിക്കൊണ്ട് അയാൾക്ക് തുടരാൻ അനുവാദം ഉണ്ടാവുകയില്ല. ഒന്നുകിൽ അയാൾ ഇസ്ലാമിലേക്ക് തൗബ ചെയ്ത തെറ്റ് മനസ്സിലാക്കി തിരികെ അയാൾക്ക് വരാവുന്നതാണ്, അതല്ല എങ്കിൽ ഇസ്ലാമിക ഭരണാധികാരി അയാളുടെ നിയമപ്രകാരം എന്ത് ചെയ്യുന്നതായിരിക്കും, അയാളെ കൊല്ലുന്നതായിരിക്കും. ഇത് ഇസ്ലാമിന്റെ നിയമമാണത്. ഇസ്ലാമിക ഭരണകൂടമുള്ള ഇടത്തു മാത്രം നടപ്പാക്കേണ്ട നിയമവുമാണത്. അപ്പോൾ ആ വ്യക്തിയുടെ വിഷയം അയാൾ അത്രയും ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള നിലക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കൊല്ലാൻ തന്നെ കൽപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ വിഷയം എന്ന് പറയുന്നത് അതിനല്ല അദ്ദേഹം ഹദീസ് കൊണ്ടുവന്നത്. ഹദീസിന്റെ തെളിവ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലായിട്ടല്ല മക്കയിൽ പ്രവേശിച്ചത്, മറിച്ച് പടച്ചട്ട ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഇഹ്റാമിലല്ലാതെ ഹറമിൽ പ്രവേശിക്കാം എന്നതുമായി ബന്ധപ്പെട്ട ഒരു മസ്അല പറയുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അതിന് തഫ്സീലുണ്ട്, പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് മറ്റ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. ഒരാൾക്ക് മക്കത്ത് ഇഹ്റാം ഇല്ലാതെ പ്രവേശിക്കാൻ അനുവാദം ഉണ്ടാകുന്നത് അയാൾ നിർബന്ധമായ ഉംറയോ അല്ലെങ്കിൽ ഹജ്ജോ ഏത് സമയത്താണ് പ്രവേശിക്കുന്നത് അത് നിർവഹിച്ചിട്ടുണ്ടെങ്കിലാണ്. ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പോൾ ഹജ്ജില്ല, ഉംറയുടെ സമയമാണ്. ഇപ്പൊ നമ്മളിൽ ഒരാൾക്ക് ഹറമിന്റെ പ്രദേശത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ, ഇഹ്റാം ഇല്ലാതെ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ഉംറ ചെയ്ത ആളായിരിക്കണം. അഥവാ നമ്മൾ നിർബന്ധമായ ഉംറ ചെയ്യാത്ത വ്യക്തിയാണ് എങ്കിൽ ഹറമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇഹ്റാമോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നിർബന്ധ ഉംറ ഒക്കെ ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് എന്താണ് ചെയ്തിട്ടുള്ളത്, ഇഹ്റാമിലല്ല പ്രവേശിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഓൾറെഡി ഉംറയൊക്കെ ചെയ്ത ഒരാൾക്ക് ഇപ്പോൾ മക്കത്തേക്ക് പോകണമെങ്കിൽ പോവാം, ഒരു കുഴപ്പമില്ല. മക്കത്ത് ഒരാളെ കാണണം, അല്ലെങ്കിൽ മക്കത്ത് ഒരു കച്ചവടം തുടങ്ങേണ്ട പരിപാടി ഉണ്ട്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരാളെ കാണേണ്ടതുണ്ട്. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം, നേരെ ജിദ്ദയിൽ ഫ്ലൈറ്റ് ഇറങ്ങി അയാൾ ഇഹ്റാമിൽ പ്രവേശിക്കാതെ തന്നെ നേരെ മക്കത്തേക്ക് കിടക്കാം. അതിന് യാതൊരു കുഴപ്പവുമില്ല. അതിനുള്ള തെളിവായിട്ടാണ് അദ്ദേഹം ഈ ഹദീസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഹദീസ് ഈ അധ്യായത്തിൽ അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല മക്കത മിൻ കദാ മിൻ സനിയത്തിൽ ഉല്യ അല്ലതി ബിൽ ബത്ഹ വഖറജ മിൻ സനിയത്തി സുഫ്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിക്കുമ്പോഴും മക്കയിൽ നിന്ന് പുറത്തു പോകുമ്പോഴും ഏത് വഴിയാണ് സ്വീകരിച്ചത് എന്ന് അറിയിക്കുന്ന ഹദീസാണ്. അതിൽ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചത് മിൻ കദാ. കദാ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് ബത്ഹയുടെ ഉയർന്നൊരു പ്രദേശമാണ്. മക്കയിലേക്ക് വരുമ്പോഴുള്ള ഉയർന്ന പ്രദേശമാണ്. അതിലൂടെ ഉയർന്ന പ്രദേശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്, മക്കയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അതുപോലെ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു താഴ്ന്ന സ്ഥലത്തിലൂടെയാണ് പോയിട്ടുള്ളത്. ആ സ്ഥലത്തിന്റെ പേര് കുദാ എന്നാണ്. കാഫിന് ലമ്മാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പണ്ഡിതന്മാർ പറഞ്ഞു ഉദ്ഖുൽ വഫ്തഹ് വദുമ്മ വഖ്റുജ്. ഉദ്ഖുൽ വഫ്തഹ്, പ്രവേശിക്കുന്ന സമയത്ത് നീ ഫത്ഹാക്കിക്കോളൂ, കദാ എന്ന് പറഞ്ഞോളൂ. വദുമ്മ ലമ്മാക്കിക്കോളൂ, വഖ്റുജ് എന്നിട്ട് നീ പുറത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞത് കാണാം. അതിനൊരു അർത്ഥവുമുള്ള വാക്കാണ്. അപ്പൊ അത് ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കദാ എന്ന് പറയുന്ന ഒരു ഉയർന്ന പ്രദേശത്തിലൂടെ പ്രവേശിക്കുകയും അതുപോലെ കുദാ എന്ന് പറയുന്ന ഒരു താഴ്ന്ന പ്രദേശത്തെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വരികയും ചെയ്തു. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പിന്നീട് ചർച്ച ചെയ്യുന്നത് ഇത് ഇതേപോലെ തന്നെ പ്രവേശിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുള്ളതാണോ, അതല്ല അവിടുത്തെ യാത്ര അതുവഴി ആയത് കാരണത്താൽ അവിടുന്ന് ആ വഴിയിലൂടെ പ്രവേശിക്കുകയും അവിടുന്ന് പോകാൻ എളുപ്പമെന്നുള്ള നിലക്ക് മറ്റേ വഴി സ്വീകരിക്കുകയുമാണോ ചെയ്തത് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു വഴി കയറി പോകാൻ സ്വീകരിക്കുക. ഇന്ന് കാലത്താണെങ്കിൽ നമ്മൾ ഹോട്ടലുകൾ ഏത് ഭാഗത്താണോ കിട്ടുന്നത് ആ വഴിയിലൂടെ പ്രവേശിക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് എളുപ്പമുണ്ടാകുക. അതുപോലെ നമുക്ക് തിരിച്ച് ചിലപ്പോൾ നമ്മൾ ബസ്സുകളോ അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗം ഉണ്ടാവും, എവിടെയാണോ ആ ഭാഗത്തേക്ക് കൂടി പുറത്തു പോകുക. അങ്ങനെ എളുപ്പമുള്ളത് നോക്കുക എന്നുള്ളത് ചെയ്താൽ മതിയാകുന്നതാണ്. അതാണ് കൂടുതൽ ശരിയായത് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. വല്ലാഹു അഅലം. ഇതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നീട് കൊടുത്ത ഹദീസ് അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല
ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബൈത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തിൽ അഥവാ കഅബയുടെ അകത്തേക്ക് പ്രവേശിച്ചു. വ ഉസാമത്ത് ബിൻ സെയ്ദ് വ ബിലാലുൻ വ ഉസ്മാൻ ബിൻ തൽഹ, ഒപ്പം ഉസാമത്ത് ബിൻ സെയ്ദ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് തന്നെ സഞ്ചരിച്ച സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. ഒപ്പം ബിലാൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ യാത്രയിലുടനീളം ബാങ്ക് വിളിക്കാനും മറ്റുമൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടാകുമായിരുന്നു. അതുപോലെ ഉസ്മാൻ ബിൻ തൽഹ, ഉസ്മാൻ ബിൻ തൽഹ എന്ന് പറയുന്നത് കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ്. അതുകൊണ്ട് അദ്ദേഹവും കൂടെ ഉണ്ട്. അങ്ങനെ 3 പേരും കൂടി കഅബയുടെ അകത്തേക്ക് പ്രവേശിച്ചു. ഫഅഗ്ലഖു അലൈഹിമുൽ ബാബ്, ജനങ്ങൾ കയറി തിങ്ങാതിരിക്കാൻ അവർ പ്രവേശിച്ചതിന് ശേഷം എന്ത് ചെയ്തു? വാതിലകത്ത് നിന്ന് പൂട്ടുകയുണ്ടായി. ഫലമ്മ ഫതഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹമാണ് റിവായത്ത്, അദ്ദേഹം പറയാണ്, അവരങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ കുന്തു അവ്വലു മൻ വലജ്, ഞാനാണ് ആദ്യമായിട്ട് എന്ത് ചെയ്ത് തുറന്നപ്പോൾ വേഗം കഅബയുടെ അകത്തേക്ക് ഞാൻ പ്രവേശിച്ചു. ഫലഖീതു ബിലാല, ഞാൻ ഉടനെ ബിലാലിനെ കണ്ടു. ഫസഅൽതുഹു, എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ബിലാലിനോട് റളിയല്ലാഹു അൻഹുമ ചോദിച്ചു, ഹൽ സല്ല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള കഅബയുടെ അകത്ത് വെച്ച് നിസ്കരിച്ചിട്ടുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, നഅം, നിസ്കരിച്ചിട്ടുണ്ട്. ബൈനൽ അമൂദൈനിൽ യമാനിയൈൻ, യമനി റുക്കുനുകൾ എന്നറിയപ്പെടുന്ന യമന്റെ ഭാഗത്തേക്കുള്ള 2 തൂണുകളാണത്. റുക്കുനുൽ യമാനി മറ്റൊക്കെയുള്ള ഭാഗത്തുള്ള ആ 2 തൂണുകൾക്കിടയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് എന്ന് അറിയിക്കുകയും ഉണ്ടായി. അപ്പോൾ ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഹിർസ് കൂടിയുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ ചാണോട് ചാണായി ഇത്തിബാ ചെയ്യുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിസ്കരിച്ചോ, അല്ല അത് വേണം, അത് അറിഞ്ഞിട്ട് വേണം അങ്ങനെ നിസ്കരിക്കാൻ, അത് എവിടുന്നാണ് നിസ്കരിച്ചത് എന്ന് കൂടി പറഞ്ഞു കൊടുത്തു. അപ്പം അങ്ങനെ നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം, നമുക്ക് ഹറമിൽ പ്രവേശിച്ച ഒരാൾക്ക് നമുക്കിപ്പോൾ അതിന് അനുവാദം കിട്ടുകയില്ല. കഅബയുടെ അകത്ത് വെച്ച് ഇടയ്ക്ക് അങ്ങനെ അതിന് ഉന്നതരായ ആളുകളൊക്കെ മറ്റും പ്രവേശിക്കാറുണ്ട്. അത് എന്ത് ചെയ്ത് ഉന്നതരല്ലാത്ത ആളുകളും നിർഭാഗ്യവശാൽ പ്രവേശിച്ചിട്ടുമുണ്ട്. അത് എന്ത് ചെയ്യും സഹോദരങ്ങളെ, അത് അനുവദനീയമാണ്. അതിനകത്ത് വെച്ച് നിസ്കരിക്കൽ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രവേശിക്കാൻ, കഅബയുടെ അകത്ത് ഇന്ന് ആ നിലക്ക് വാതിൽ തുറന്ന് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ കഅബയുടെ അകത്ത് നിസ്കരിക്കുക എന്നുള്ള ഒരു കാര്യം നമുക്കിപ്പോ കിട്ടും. ആളുകൾ ഹിജർ എന്ന് പറയുന്ന, ഹിജർ ഇസ്മായിൽ എന്ന് പറയപ്പെടാറുണ്ട്, എന്നാൽ അതിന് ബന്ധമില്ല. കാരണം അത് പിന്നീട് മക്കയിൽ ഉണ്ടായിരുന്ന ഖുറൈശികളാണ് ആ രൂപത്തിലേക്ക് അതിനെ മാറ്റിയത്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കഅബ എന്ന് പറയുന്നത് അത് നമ്മളിന്ന് വിചാരിക്കുന്നത് പോലെ ചതുരാകൃതിയിലുള്ള ഒരു ബിനാ അല്ല, ഒരു കെട്ടിടമല്ല. മറിച്ച് ആ ഹിജർ ഇസ്മായിൽ എന്ന ആളുകൾ പറയുന്ന ആ ഹിജർ, ആ പുറത്തേക്കൊരു നമ്മളെന്താ പറയുക, അർദ്ധ വൃത്താകൃതിയിലുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അത് കഅബയുടെ ഭാഗമാണ്. അപ്പൊ അതിനകത്ത് വെച്ച് ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ കഅബയുടെ അകത്ത് നിസ്കരിച്ചതുപോലെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, കഅബയുടെ അകത്ത് വെച്ച് നിസ്കരിക്കാൻ അനുവാദം. അപ്പോൾ പറഞ്ഞു, ഫഅമറഹ അൻ തുസല്ലിയ ഫിൽ ഹിജ്ർ ഫൽ മുസല്ലി ഫിൽ ഹിജ്രി കൽ മുസല്ലി ഫി ശൗഫിൽ കഅബ. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അതിന്റെ ഹിജറിന്റെ അകത്ത് വെച്ച് നിസ്കരിച്ചാൽ മതി. കാരണം ഹിജറിന്റെ അകത്ത് വെച്ച് ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അത് ഹദീസിന്റെ ഭാഗമല്ല, പിന്നീട് അദ്ദേഹം പറയാണ്, ഹിജറിന്റെ അകത്ത് വെച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് കഅബയുടെ അകത്ത് വെച്ച് നിസ്കരിച്ചത് പോലെയാണ്. അപ്പോൾ ഒരാൾക്ക് കഅബയുടെ അകത്ത് വെച്ച് നിസ്കരിക്കുന്ന ആ ഒരു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് എന്ത് ചെയ്യാം, ഹിജറിന്റെ അകത്ത് വെച്ച് അവരനുവദിക്കാറുണ്ട്, ആ സമയത്ത് നിസ്കരിക്കാവുന്നതാണ്. അതിനുശേഷം കൊടുത്ത ഹദീസ്, അൻ ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു ജാഅ ഇലൽ ഹജറിൽ അസ്വദ്, ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിന്റെ അടുക്കലേക്ക് പോയി. ഫഖബ്ബലഹു, ഹജറുൽ അസ്വദ് ചുംബിച്ചു. വഖാൽ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഇന്നി ലഅഅലമു അന്നക ഹജർ, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം. ലാ തദുറു വലാ തൻഫഅ, നിനക്ക് ഒരു ഉപകാരം ചെയ്യാനോ ഒരു ഉപദ്രവം ചെയ്യാനോ സാധിക്കുകയില്ല എന്നും എനിക്കറിയാം. വലൗല അന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതും, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്. ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഹജറുൽ അസ്വദിന് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ഹജറുൽ അസ്വദിന് നമുക്കൊരു ഉപകാരം ചെയ്തു തരാൻ സാധിക്കുകയില്ല. ഹജറുൽ അസ്വദിനെ പേടിച്ചിട്ടാണോ നമ്മൾ ചുംബിക്കുന്നത്? അല്ല. ഹജറുൽ അസ്വദ് ചുംബിക്കുന്നതിൽ ഒരു പേടിയും നമുക്കുണ്ടല്ല നമ്മൾ ചുംബിക്കുന്നത്. മറിച്ച് ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അതിനൊരു ഉപദ്രവം ചെയ്യാൻ ഹജറുൽ അസ്വദിന് സാധിക്കുകയില്ല എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെ, അതുകൊണ്ടാണ് ആ രൂപത്തിൽ സംസാരിച്ച് പറയുന്നത്. അതല്ലാതെ ചിലപ്പോൾ ഇത് കണ്ടാലും ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഏതൊരു കാര്യമാണോ തൗഹീദിന് വേണ്ടി തെളിവാക്കുന്നത്, ബിദ്അത്തുകൾക്കെതിരെ, ശിർക്കിനെതിരെ തെളിവാക്കുന്നത്, അതേ കാര്യം കൊണ്ട് തന്നെ
എന്ത് ചെയ്യും, ഇങ്ങനത്തിലുള്ള ജാഹിലുകളായ ദേഹേച്ഛകളെ പിൻപറ്റുന്ന ആളുകൾ എന്ത് ചെയ്യും, ഇത് ചിലപ്പോൾ നമുക്ക് കല്ലിനോട് സംസാരിക്കാം, കല്ല് ഔലിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള കല്ലുകളോടൊക്കെ സംസാരിക്കാം, കണ്ടില്ലേ മഹാനായ ഉമറുൽ ഖത്താബ് കല്ലിനോട് സംസാരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പറയും. പക്ഷെ ഇത് ശരിക്കും വായിച്ചാൽ മനുഷ്യൻ എന്താണ് മനസ്സിലാവുന്നത്? കല്ലിന് ഉപകാര ഉപദ്രവം ചെയ്യാൻ പറ്റൂല. ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ഒരു കല്ലുണ്ടെങ്കിൽ ആ കല്ലാണ് ഹജറുൽ അസ്വദ്. അതിനപ്പുറത്തേക്കുള്ള ഒരു കല്ല് ദുനിയാവിലില്ല. ആ കല്ലിന്റെ കാര്യമാണ് പറഞ്ഞത്, കല്ലിന് ഒരു ഉപകാര ഉപദ്രവം ചെയ്യാൻ സാധിക്കൂല. റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റുക, ചുംബിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റുക, അതുകൊണ്ട് ഞാൻ ചുംബിക്കുന്നു എന്ന് അദ്ദേഹം വളരെ കൃത്യമായിക്കൊണ്ട് അവിടെ പറഞ്ഞു പോവുകയാണ്. അപ്പൊ അതാണ് സുന്നത്താണ്. നമുക്കറിയാം ഹജറുൽ അസ്വദ് നമ്മൾ തവാഫ് ചെയ്യുന്ന സമയത്ത് ചുംബിക്കാൻ സാധിക്കുമെങ്കിൽ ചുംബിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അടുത്ത ഹദീസ് അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു മക്ക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മക്കയിലേക്ക് പ്രവേശിച്ചു. ഫഖാല അൽ മുശ്രികൂൻ, മുശ്രിക്കുകൾ പറഞ്ഞു, ഇന്നഹു യഖ്ദമു അലൈക്കും ഖൗമുൻ വഹനതുഹും ഹുമാ യസ്രിബ്. അപ്പോൾ ചില ആളുകൾ വരും, യസ്രിബ് എന്ന് പറഞ്ഞാൽ മദീന, മദീനയിൽ പോയി പനിയൊക്കെ പിടിച്ച് കുറച്ച് ആൾക്കാർ വരുന്നു. അതായത് പരിഹാസം കൊണ്ട് പറയാണ്, ഇവിടെ മക്കത്ത് നല്ല ആളായിരുന്നു, വലിയ ഹിജറ എന്നൊക്കെ പറഞ്ഞ് മദീനത്ത് പോയി, ഇപ്പൊ അവിടെ ആകെ ഒന്നും കിട്ടാതെ അങ്ങനെ പനി പിടിച്ച് അവശരായിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ ചില ആളുകൾ വരുമെന്നൊക്കെ പറഞ്ഞ് മുശ്രിക്കുകൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അവര് സഫാ മർവക്കിടയിൽ കാത്തിരിക്കുകയായിരുന്നു എന്നാണ്. അപ്പം ആ മുശ്രിക്കുകൾ സഫാ മർവക്കിടയിൽ കാത്തിരിക്കുകയായിരുന്നു. ഫഅമറഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യർമുലു അൽ അശ്വാത സലാസ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഉംറയാണ്, ഹജ്ജല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യുന്ന സമയത്ത് മുശ്രിക്കുകൾ അവിടെ ഇല്ല, എല്ലാവരും പിടിച്ച് പുറത്താക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തിട്ടുള്ളത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, അൻ യർമുലുൽ അശ്വാത സലാസ, ആദ്യത്തെ 3 റൗണ്ട് മക്കയിലെ മുശ്രിക്കുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റമ്മിൽ, അതായത് റമ്മിൽ എന്ന് പറഞ്ഞാൽ അറിയാം, കുറച്ച് വേഗത്തിൽ നടക്കുന്നതിനാണ് റമ്മിൽ എന്ന് പറയുന്നത്. കാലുകൾ ചുവടുകൾ അടുപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഓടുന്ന രൂപത്തിലുള്ളതാണ് എന്ത്, റമ്മിൽ എന്ന് പറയുന്നത്. നമ്മളൊന്ന് ശക്തരാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഓടിയിട്ട് തന്നെ തുടങ്ങുക, തവാഫ് ചെയ്യുമ്പോൾ ഓടിയിട്ട് തന്നെ തുടങ്ങുക. വഅൻ യംശു മാ ബൈന റുക്നൈൻ, 2 റുക്നുകൾക്കിടയിൽ, അതായത് റുക്നുൽ യമാനി ഹജറുൽ അസ്വദ്, അത് നമ്മൾ സഫാ മർവയിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ അവർക്ക് കാണാൻ സാധിക്കുന്നു. ആ ഭാഗത്തെത്തും നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ടും എല്ലാം നടന്നോളൂ. അതായത് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടല്ല അത് ചെയ്തത് അന്ന്, മറിച്ച് എന്ത് ചെയ്യാണ്, ഇവരെ കാണിക്കുന്നത്, ഇവരെ ഒരു ദേഷ്യം പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ. വലം യംനഉഹും അൻ യർമുലു അൽ അശ്വാത കുല്ലഹ ഇല്ല അൽ ഇബ്ഖാഉ അലൈഹിം, എല്ലാ ഷൗത്തിലും എല്ലാ ചുറ്റിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓടാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ അതിന് തടയാനുള്ള കാരണം ഇല്ല അൽ ഇബ്ഖാഉ അലൈഹിം, അവരോടുള്ള അനുകമ്പ കാരണത്താലാണ്. അങ്ങനെ മുഴുവൻ ഓട്ടവും ആക്കിയാൽ എല്ലാവർക്കും പ്രയാസപ്പെടും, അല്ല എല്ലാവരും ശക്തരായിരിക്കൂല, സാധുക്കളൊക്കെ അതിലുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ആദ്യത്തെ 3 എണ്ണത്തിൽ മാത്രം പുരുഷന്മാർക്ക് അത് ചെയ്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ കാരണവും അങ്ങനെ തന്നെയാണ്, ഈ ഒരു കാരണത്തിലാണ് ഈ ഒരു സുന്നത്ത് വന്നത് എങ്കിലും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഇത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ഹദീസ്, ഒരു 3 ഹദീസും കൂടി, ചെറിയൊരു ഹദീസുകളായി നമുക്ക് ഈ അധ്യായം കഴിയുന്നതാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദമു മക്കത ഇദ ഇസ്തലമ الركن الأسود أول ما يطوف يخب 3 അശ്വാത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെത്തിയിട്ട് റുക്നുൽ അസ്വദ് അത് ചുംബിച്ചു, അല്ലെങ്കിൽ അത് കൈകൊണ്ട് സ്പർശിച്ചു. അങ്ങനെ തവാഫ് ആരംഭിക്കുന്ന സമയത്ത് യഹുബു 3 അശ്വാത്ത്, ആദ്യത്തെ 3 ഷൗത്തുകളും, അതായത് റംല് നടത്തും. യഹുബു എന്ന് പറഞ്ഞാൽ യർമുൽ, റംല് നടത്തുമായിരുന്നു, അത് ധൃതിയിൽ നടക്കുമായിരുന്നു എന്ന് റിവായത്ത് ചെയ്യുകയാണ്. അപ്പൊ അത് നമ്മൾ മക്കയിലെത്തിയാൽ പ്രവേശിച്ചാൽ ചെയ്യേണ്ട ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. നമ്മൾ തവാഫാണ് ആദ്യം ആരംഭിക്കുക, തവാഫ് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 ചുറ്റും പുരുഷന്മാർ അത് വേഗത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ഹദീസ് അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല طاف النبي صلى الله عليه وسلم في حجة الوداع على بعير. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇ, അവിടെ ചെയ്ത ഒരു ഹജ്ജ്, അതിൽ തവാഫ് ചെയ്തത് എങ്ങനെയാണ്, അല ബഈറിൻ, ഒരു ഒട്ടകപ്പുറത്താണ് എന്നാണ് കാണുന്നത്. യസ്തലിമു റുക്ന ബി മിഹ്ജൻ, അങ്ങനെ അവിടുന്ന് റുക്കിന് സ്പർശിച്ചത്, അതായത് ഹജറുൽ അസ്വദ് അത് സ്പർശിച്ചത് എങ്ങനെയാണ്, അത് മിഹ്ജൻ കൊണ്ടാണ്, തന്റെ കുത്തിപ്പിടിക്കുന്ന വടി കൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വാഹനത്തിൽ ചെയ്യാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതാണ്. അത് ജനങ്ങൾക്ക് ഒരുപാട് ആളുകളുണ്ട്, സഹാബികളും മറ്റും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അതായത് മദീനയിൽ നിന്നുള്ള സഹാബികളും പുതുതായി വന്ന ആളുകളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഹജ്ജിനുണ്ട്. എല്ലാവർക്കും റസൂലുള്ളാഹിന്റെ ഹജ്ജ് കർമ്മങ്ങൾ വളരെ കൃത്യമായി കാണേണ്ടതുണ്ട്. തവാഫ് ചെയ്യുന്ന സമയത്ത്
എവിടെ നിന്നാണ് കൈ ഉയർത്തുന്നത്, എപ്പോഴാണ് ചുംബിക്കുന്നത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് സഞ്ചരിച്ചത് എന്നാണ്. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് അഫ്ദൽ നടക്കുക എന്നുള്ളത് തന്നെയാണ്, കഴിവുള്ള ആളുകൾ നടക്കുക എന്നുള്ളത് തന്നെയാണ് അഫ്ദലായിട്ടുള്ളത്. നിബന്ധനയല്ല, പക്ഷെ അഫ്ദലായിട്ടുള്ളത് അത് തന്നെയാണ്. എന്നാൽ നമുക്ക് നടക്കാൻ സാധിക്കാത്ത ആളുകൾക്ക്, പ്രയാസമുള്ള ആളുകൾക്ക് വീൽ ചെയറുകളോ അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് മൃഗങ്ങളില്ല, അതിനു പകരം നമുക്ക് അവിടെ വാഹനങ്ങളുണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്, യാതൊരു കുഴപ്പവുമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്തായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കൈകൊണ്ട് സ്പർശിക്കുക, ഹജറുൽ അസ്വദ് സ്പർശിക്കുക എന്നുള്ളത് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അവിടെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ടാണ് സ്പർശിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അവസാനത്തെ ഹദീസ് ഈ അധ്യായത്തിൽ അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ലം അറ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തലിമു മിനൽ ബൈത്തി ഇല്ല റുക്നൈനിൽ യമാനിയൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടില്ല കഅബയിൽ നിന്നും അവിടുന്ന് ഇസ്തിലാം ചെയ്യുന്നത്, കൈകൊണ്ട് സ്പർശിക്കുന്നത്, ഇല്ല റുക്നൈനിൽ യമാനിയൈൻ, രണ്ട് റുക്നുൽ യമാനി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാബു തഗ്ലീബാണ്, അങ്ങനെ രണ്ടെണ്ണം പറയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന് റുക്നുൽ യമാനിയും ഹജറുൽ അസ്വദുമാണ്. ഈ രണ്ട് റുക്നുൽ യമാനി ഹജറുൽ അസ്വദ് അല്ലാതെ ബാക്കിയുള്ള മൂലകളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് വളരെ കൃത്യമായി മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയാൻ. അപ്പൊ അത് മാത്രമേ എന്തുള്ളൂ, നമ്മൾ സ്പർശിക്കേണ്ടതുള്ളൂ. ഇത് നമുക്ക് വേറെയും ചില മുൻഗാമികളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വേറെ ചിലര് അന്ന് തന്നെ ആ കാലത്ത് തന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് കാബയല്ല അപ്പൊ എല്ലായിടത്തും തൊടാം, എല്ലാം എവിടെ തൊട്ടാലും പുണ്യാണ് എന്ന് വിചാരിച്ചിട്ട് കാബ മുഴുവനും ഇങ്ങനെ തൊട്ടു പോകുന്ന ആൾക്കാരുണ്ട്. ആ രൂപത്തിൽ കണ്ട സമയത്ത് വളരെയധികം മുൻഗാമികൾ ശകാരിച്ചു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മാത്രമേ സ്പർശിച്ചിട്ടുള്ളൂ, അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് പോകുന്ന പല ആളുകൾക്കും, സാധുക്കളായ ആളുകൾക്ക് അത് അറിയില്ല, എവിടെയാണ് സ്പർശിക്കേണ്ടത് എന്ന് പോലും അറിയാതെ എല്ലായിടത്തും ഇങ്ങനെ സ്പർശിച്ചാൽ, എങ്ങനെ സ്പർശിച്ചാലും അതിനൊരു ബറക്കത്തുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, കാബയുടെ എല്ലാ ഭാഗത്തും തുണിയിലും കില്ലയിലും അങ്ങനെ എല്ലായിടത്തും സ്പർശിക്കും. ഇല്ല, സ്പർശിച്ചാൽ പ്രതിഫലമുള്ളത് ഒന്ന് റുക്നുൽ യമാനി, രണ്ട് ഹജറുൽ അസ്വദ്. റുക്നുൽ യമാനി കൈകൊണ്ട് സ്പർശിച്ചാൽ മതി. എന്നാൽ ഹജറുൽ അസ്വദ് നമുക്ക് എന്ത് ചെയ്യാം, അത് സാധിക്കുമെങ്കിൽ ചുംബിക്കാം, അതല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് എന്ത് ചെയ്യാം, അതിനെ സ്പർശിക്കാവുന്നതാണ്. ഒന്നിനും സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഹജറുൽ അസ്വദിനെ മാത്രം എന്ത് ചെയ്യാം, കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്യാം. അതല്ലാത്തത് ചെയ്യേണ്ടതില്ല. അത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അതിനൊരു ഹിക്മത്ത് കൂടി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് മൂലകളും മാത്രമാണ് യഥാർത്ഥത്തിൽ കഅബയുടെ അടിസ്ഥാനമായ ആ അടിസ്ഥാനത്തിൽ പടുത്തുയർന്നിട്ടുള്ളത്. ഈ രണ്ട് ഭാഗം മാത്രമാണ്. നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. മറ്റേ ഭാഗത്തിന്റെ കഅബയുടെ മൂല അവിടെ അല്ല അവസാനിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഹിജർ, ഈ റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും എതിർവശത്താണ് ഈ ഹജർ ഉള്ളത്. അതുകൊണ്ട് ആ ഭാഗത്തെ മൂല യഥാർത്ഥത്തിൽ അവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് ആ ഹിജറും കൂടി കൂടിയതാണ് യഥാർത്ഥത്തിൽ ആ ഭാഗത്തുള്ള കഅബ എന്ന് ശരിക്കും മനസ്സിലാക്കണം. എന്നാൽ പഴയ അടിസ്ഥാനം ഇന്നും നിലനിൽക്കുന്നത് പണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച അതേ മൂലകളായി ബാക്കിയുള്ളത് അത് റുക്നുൽ യമാനിയും ഹജറുൽ അസ്വദുമാണ്. അതുകൊണ്ടായിരിക്കാം അത് രണ്ടും മാത്രമായി ചുംബിക്കൽ സുന്നത്തായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം അതിനൊരു കാരണമായി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട കാര്യം. ബാക്കി കാര്യം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.